യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വീണ്ടും നമുക്ക് കൂട്ടായ്മ ആചരിപ്പാൻ കർത്താവ് ഒരുക്കിയ സാവകാശത്തിനായി സ്തോത്രം. ഹെവൻലി ഫീസ്റ്റ് ഫാമിലിയും അനൂപ്, ഷയന, സാര ആൻഡ് റോനക് ഇന്നും മിസ്ഡ് ദ മാർക്ക്. അനൂപ് ആൻഡ് ഷയന ഫസ്റ്റായി, ജിജി 3, ജെയ്സൺ, കെസിയ 4th. കെസിയ പരിശ്രമിച്ചതാ, പക്ഷേ നെറ്റ് ഡിലേ കാരണമാണ്. ശരിക്കും കെസിയാണ് ഫസ്റ്റ് വരേണ്ടത്. ഐസക്കും കെസിയയും ഫസ്റ്റ് വരേണ്ടതായിരുന്നു. എന്നാൽ പോട്ടെ. വർഗീസ് ബ്രദർ, അബുദാബി, എവറി വൺ, അമിൽ ഡേവിഡ്, അനിലിൻ ഡേവിഡിൻ്റെ സംശയങ്ങളൊന്നും വരുന്നില്ല ഇപ്പം. വിനോദ് ബ്രദർ, സാം, ബ്ലെസ് യു സാം, രാഹുൽ പി ജി, അഖിൽ എ ജി, ശാന്തി സിസ്റ്റർ, പ്രൈസ് ഗോഡ്, കർത്താവ് കാത്തു പരിപാലിക്കുന്നതിനായി സ്തോത്രം. റെജി ബ്രദർ, ബ്ലെസ് യു. ഇന്ന് വീണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷ എഴുതി അവരുടെ SSLCയുടെ +2 ഒക്കെ ജോജി ചായ, പ്രൈസ് ഗോഡ്, യു ആർ സച്ച് എ ബ്ലെസ്സിങ്. സാം ബ്രദർ, ഡോക്ടർ സാം, ഐസക് ബ്രദർ, ബ്ലെസ് യു. ചില കുഞ്ഞുങ്ങൾക്കൊക്കെ പരീക്ഷ എളുപ്പമായിരുന്നു, ചിലർക്കൊക്കെ ചെറിയ പാടായിരുന്നു. എന്നാലും ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയം കിട്ടും. അത് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. പരീക്ഷയൊക്കെയാണ്, പക്ഷേ ഈ 1 മണിക്കൂർ കുഞ്ഞുങ്ങളെയും ഈ വചനം കേൾപ്പിക്കണം. ഈ വചനം അവർക്ക് ഗുണമേ ആകത്തുള്ളൂ. നമ്മുടെ പല കാര്യങ്ങളിലും ദൈവവചനത്തിനെയും യേശുവിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവർ കുലുങ്ങിപ്പോകും. ഞാനൊക്കെ കുഞ്ഞിലായിരിക്കുന്ന സമയത്ത്, സ്കൂളിൽ പോകുന്ന സമയത്ത്, വീട്ടിൽ ഞാൻ ഉപവാസത്തിനിരിക്കുമ്പം, ദൈവസന്നിധിയിലിരിക്കുമ്പം കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടത്തില്ലായിരുന്നു. കുഞ്ഞുങ്ങൾ അവിടെ എൻ്റെ കൂടെ ഇരുന്നോണം. അത് കുറഞ്ഞിട്ടുള്ള പഠനമൊക്കെ മതി. എന്നാൽ അവരാരും പഠിത്തന്നെ മോശമായില്ല. 3 പേരും ഇപ്പം ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞത്, നമ്മൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒരു മാതൃകയായിരിക്കണം. യേശുവിൻ്റെ കാര്യം പറയുമ്പോൾ, സഭയിൽ മറ്റ് ദൈവദാസന്മാരുടെ കാര്യം പറയുമ്പോൾ പറയിപ്പിക്കരുത്. ദൈവഭയത്തിൽ അവർ വളർന്നാൽ അവർ പരിജ്ഞാനത്തിൽ വളരും. ഇത് പറഞ്ഞപ്പോഴാണ് ഉപവാസത്തിൻ്റെ കാര്യം ഒരു മോള് എനിക്ക് എഴുതി ചോദിച്ചു. ഉപവാസത്തെക്കുറിച്ച്, ഉപവസിക്കണോ? ചിലർ പറയുന്നു കർത്താവ് എല്ലാം ചെയ്തതുകൊണ്ട് ഇനി ഉപവസിക്കേണ്ട. ഉപവാസം എന്ന് പറയുന്നത്, പുതിയ നിയമ ഉപവാസം എന്ന് പറയുന്നത്, കാര്യസാധ്യതയ്ക്ക് വേണ്ടി ആരും ഉപവസിക്കേണ്ട. പലപ്പോഴും തെറ്റായ പ്രവണത, ജോലിക്ക് വേണ്ടി ഞാൻ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോവാം, ഇന്ന കാര്യം നടക്കാൻ 3 ദിവസം ഉപവസിക്കാൻ പോവാം. അത് തെറ്റാണ്. കാര്യം, എനിക്ക് ജീവനും ഭക്തിക്ക് വേണ്ടിയ സകലതും കർത്താവ് ചെയ്ത് കഴിഞ്ഞിരിക്കുക. അപ്പം പഴയ ചിന്താഗതികളാണ് ഇതൊക്കെ. നമ്മൾ ചെറുപ്പം മുതലേ ഇങ്ങനെ 7 വെള്ളിയാഴ്ച ഉപവസിക്കുക. കർത്താവ് അങ്ങനെ നടത്തുന്നവനാണോ? നല്ല പിതാവല്ലേ? അപ്പം ഞാൻ ഭക്ഷണം വെടിയുന്നത് എന്ന് പറയുന്നത്, ഇന്ന കാര്യത്തിന് ഞാൻ ഭക്ഷണം വെടിയാൻ പോകുമെന്ന് പറയുന്നത് തെറ്റാണ്. ഇറ്റ് ഈസ് വെരി റോങ്. അത് തെറ്റായ പഠിപ്പീരാണ്. പക്ഷെ കേൾക്കാൻ നല്ല സുഖമുണ്ട്, കേൾക്കാൻ നല്ല സുഖമാണ്. സാമ്പത്തിക കടബാധ്യത മാറണം, നമുക്ക് ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തിയേക്കാം. ഇറ്റ് ഈസ് റോങ്. കാര്യം, കർത്താവിനെ നിരാഹാര സമരം വെച്ച് കർത്താവിൻ്റെ മനസ്സലിയിപ്പിക്കാനാണ്. കർത്താവിൻ്റെ മനസ്സ് ഓൾറെഡി നമുക്ക് വേണ്ടി അലിഞ്ഞിരിക്കുക. കരുണ നമ്മുടെ മേൽ ഓൾറെഡി വന്നു. അതുകൊണ്ടാണ് കൃപ ലഭിച്ചത്. സോ ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടി നമ്മൾ ഉപവസിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സാന്നിധ്യത്തിലിരിക്കുമ്പം വിശക്കത്തില്ല, ദാഹിക്കത്തില്ല. ദൈവവചനത്തിൻ്റെ അകത്തും ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുമ്പം നമ്മൾ ഭക്ഷണം വെടിയുകയല്ല, ഭക്ഷണം നമ്മെ വെടിയും. മനസ്സിലാകുന്നുണ്ടോ?
നമുക്ക് വിശപ്പ് വരുത്തില്ല, ദാഹം വരുത്തില്ല, അതുപോലെ എൻഗ്രോസ്ഡ് ആയിരിക്കും. ഞാൻ അതുകൊണ്ട് പറയും, യു എൻറ്റർ ഇൻ ടു എ ഫാസ്റ്റ്. ഇപ്പം ആസ് യു എൻറ്റർ ഇൻ ടു എ ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാനായിട്ട് ഡിക്ലെയർ ചെയ്ത് ഞാൻ ഉപവസിക്കാൻ പോകുന്നതല്ല. ഐ എൻറ്റർ ഇൻ ടു എ ഫാസ്റ്റ്. അത് വളരെ സ്മൂത്താണ്. ആൻഡ് ദാറ്റ് ക്യാൻ ഗോ ഫോർ ഡേയ്സ് ടുഗെദർ. എന്ന് പറഞ്ഞാൽ പുതിയ നിയമ ഉപവാസം വളരെ ഇമ്പോർട്ടൻ്റാണ്, വളരെ പവർഫുള്ളാണ്. അതിൻ്റെ കാരണം എന്താ? മനസ്സിനകത്തൊരു ഫോക്കസ് ഉണ്ട്. ദൈവസന്നിധിയിലിരിക്കണം, വചനം കേൾക്കണം, വചനം പഠിക്കണം. അപ്പോൾ അവിടെ ഞാനൊരു അഭിപ്രായം പറയാം. ഉപവസിക്കാനായിട്ട് തീരുമാനിക്കുന്ന ആ ദിവസങ്ങളിൽ കഴിയുന്നതും വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്ന ദിവസമായിരിക്കും നല്ലത്. എന്നിട്ട് ലോകവുമായിട്ട് ഇടപെടാതെ ആ ഇന്നർ ചേംബറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന സീക്രട്ട് പ്ലേസ് ഓഫ് ദ മോസ്റ്റ് ഹൈ എന്നൊക്കെ പറയുന്ന, ഇറ്റ് ഷുഡ് ബി ഇൻ എ പ്ലേസ് വെയർ യു ക്യാൻ സിറ്റ് ആൻഡ് യുവർ മൈൻഡ് വിൽ ബി ഫോക്കസ്ഡ് ഓൺ ക്രൈസ്റ്റ് അലോൺ. അപ്പോൾ ഉപവസിക്കുന്നത് വളരെ നല്ലതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മളൊരു ഉപവാസത്തിലാണല്ലോ എന്നുള്ളൊരു ചിന്താഗതി വരും. അത് നല്ല. പക്ഷേ ഒരു കാര്യവും കാര്യസാധ്യതയ്ക്ക് ആകരുത്. കാര്യസാധ്യതയ്ക്ക് ഉപവസിച്ചാൽ തെറ്റാണ്. നമ്മൾ ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചത് പോരാന്നാണ് നമ്മൾ പറയുന്നത്. അവരെ പിടിച്ച് ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, അത് ചെയ്യരുത്. പകരം ഞാൻ പറഞ്ഞല്ലോ, ദൈവവചനമൊക്കെ വായിക്കുമ്പോൾ ചില സമയത്തൊക്കെ ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റു എൻ്റെ ടൈം അലോൺ വിത്ത് ഗോഡ് ചെയ്യുക. അപ്പം ടൈം അലോൺ ചെയ്യുമ്പോൾ ചില ദിവസങ്ങളിൽ, എല്ലാ ദിവസങ്ങളല്ല, ചില ദിവസങ്ങളിൽ ദ പ്രസൻസ് ബിക്കംസ് സോ തിക്ക് ആൻഡ് റെവലേഷൻ നോളജ് വരാൻ തുടങ്ങും. സോ റെവലേഷൻ കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വചനം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരാൾ കൊണ്ട് അരി തരുന്നത് പോലെ. വിശക്കുന്നവൻ്റെ മുമ്പിൽ അരി തന്നുകൊണ്ട് വല്ലതും ഗുണമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ വെളിപ്പാട് കിട്ടേണ്ടത്. ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ് കുക്ക് ചെയ്ത് റൈസ്. അപ്പം ദഹിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുക്ക് ചെയ്താണ് ഞാൻ തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കണം ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസംഗിക്കാനായിട്ട്, അതിൻ്റെ ലാഘവത്തിൽ സിമ്പിളാക്കി നിങ്ങളോട് പറയാനായിട്ട് പരിശുദ്ധാത്മാവ് സഹായിക്കണം. എനിക്ക് പറയാൻ പറ്റത്തില്ല. സോ എത്ര സിമ്പിളാക്കി എല്ലാവർക്കും മനസ്സിലാകുന്ന നിലയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എക്സലൻറ്റ്. സോ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് വളരെ ക്ലിയർ ഒരു ഇമേജ് കാണണം. ജോലി കിട്ടാനോ അമേരിക്കയ്ക്ക് പോകാനോ, ഇപ്പം പിന്നെ അമേരിക്ക ആരും പോകണ്ട, അമേരിക്ക ഉള്ളവരുടെ കോട്ടയത്തോട്ട് കേരളത്തിലോട്ട് വരാൻ നോക്കുക. ഞാൻ പറഞ്ഞത് ഒരു കാര്യസാധ്യതയ്ക്ക് ഉപവസിക്കരുത്. അത് കർത്താവ് ചെയ്യും. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ ജീവനിൽ നിറയണം, കർത്താവിനാൽ വചനത്തിൽ കുറച്ചുകൂടെ നിൽക്കണം. അങ്ങനെ നിൽക്കുന്നത് ഉപവാസം ഇറ്റ് വിൽ ഹെൽപ്പ്, ഇറ്റ് വിൽ ബി ഗുഡ്, നന്നായിരിക്കും. സോ ടൈം അലോൺ വിത്ത് ഗോഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പം, ടൈം അലോൺ വിത്ത് ഗോഡ് എന്ന് പറയുന്നത് അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, നമുക്ക് ഓഫീസിൽ പോകാൻ 5 മണിക്ക് വെളുപ്പിന് എഴുന്നേൽക്കുന്നതെങ്കിൽ 4 മണിക്ക് എഴുന്നേൽക്കണം. 4 മണിക്ക് എഴുന്നേറ്റ് ടൈം അലോൺ വിത്ത് ഗോഡ് എന്ന് പറയുന്നത് 1 മണിക്കൂർ ദൈവസന്നിധിയിലിരിക്കുക. 1 മണിക്കൂർ എന്തുകൊണ്ടെന്നാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം 2 രീതിയിൽ ടൈം അലോൺ വിത്ത് ഗോഡ് ചെയ്യാം. ഒന്ന്, രാവിലെ മോർണിംഗ് ഡിവോഷൻ കഴിഞ്ഞ് ധൃതിയായിരിക്കും, ഓഫീസിൽ എത്തണം, ട്രാഫിക്, അതെല്ലാം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റത്തില്ലായിരിക്കും. സോ ടൈം അലോൺ വേണമെങ്കിൽ രാത്രി ചെയ്യാം. എല്ലാം കഴിഞ്ഞ് സ്റ്റിൽനെസ്സിനകത്ത് ടൈം അലോൺ ചെയ്യാം. രാവിലെ മോർണിംഗ് ഡിവോഷൻ, ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, ഇറങ്ങും. 2 രീതിയിൽ വേണം ടൈം അലോൺ ചെയ്യാൻ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പണ്ടൊക്കെ എനിക്ക് രാവിലെ ഓഫീസിൽ ബിസിനസ്സിൽ പോകണം. സോ മോർണിംഗ് ഡിവോഷൻ കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ പോകും. കാര്യം എന്ന് വെച്ചാൽ ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആത്മീയം എന്ന് പറയുന്നത്, ആത്മീയത നമ്മുടെ പ്രായോഗിക ജീവിതത്തെ എഫക്റ്റ് ചെയ്യരുത്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, ചിലരങ്ങ് ആത്മീയതയെ അങ്ങോട്ട് കയറിയിട്ട് ഉത്തരവാദിത്തങ്ങളങ്ങ് മറന്നു. അത് ഒരിക്കലും പാടില്ല. പെണ്ണുങ്ങളാണെങ്കിൽ വീട്ടിൽ ഭാര്യയും പെണ്ണുങ്ങളെ ഭർത്താവിനെയും കുഞ്ഞിനെയും നോക്കാനുള്ള ചുമതല അവരുടേതാണ്. നിങ്ങൾ വലിയ വെളിപാട് പറഞ്ഞാലും വലിയ ദർശനം പറഞ്ഞാലും ദൈവം ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്. അത് മറന്നിട്ടുള്ള ദർശനം കർത്താവിന് ഇഷ്ടമില്ല. എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച് ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പം ഒരു കപ്പ് ചായ ഇടാൻ്റെ പകരം അവിടെ അന്യഭാഷ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം അത് ദാറ്റ് ഈസ് റോങ് സൈഡ് ഓഫ് സ്പിരിച്വാലിറ്റി. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ
എൻ്റെ മോർണിംഗ് ഡിവോഷൻ കഴിഞ്ഞ് ഐ വിൽ ഗോ ടു ബിസിനസ്. എന്താ, ബിസിനസ് ഇസ് മൈ ഡ്യൂട്ടി. സോ ആ സമയത്ത് ആത്മാവ് ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഐ വിൽ നോട്ട് ഫോർസേക്ക് ഇറ്റ്. അപ്പം എൻ്റെ റെസ്പോൺസിബിലിറ്റി ഇസ് വെരി, സ്പിരിച്വാലിറ്റി ഷുഡ് നോട്ട് ബി എ ഹിൻഡ്രൻസ് ടു യുവർ നാച്ചുറൽ ലൈഫ്. ചിലരങ്ങ് വല്ലാത്ത സ്പിരിച്വൽ ആകും. എന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്യണം. ഭർത്താവാണേലും ചില ഭർത്താക്കന്മാർ ശുശ്രൂഷകരായിരിക്കാം. ആ ശുശ്രൂഷകർ വീട്ടിൽ അവരുടെ സ്നേഹം കാണണം, മക്കൾ കാണണം, ഭാര്യയെ കാണണം. ഞാൻ പറയും, വീട്ടിൽ നിങ്ങൾ ഭർത്താവായിരിക്കണം, അപ്പനായിരിക്കണം. സോ വീടിൻ്റെ വെളി ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ അത് വേറെ ആറ്റിറ്റ്യൂഡാണ്. സോ ടൈം അലോൺ ചെയ്യേണ്ടത് എപ്പോഴാണ്? മോർണിംഗ് ഡിവോഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി റീഡിങ് ദ വേർഡ് ആൻഡ് അന്നത്തെ കർത്താവിൻ്റെ സന്ധിയിൽ ഡിക്ലറേഷൻ. മോർണിംഗ് ക്യാൻ ബി എ മോർണിംഗ് ഡിവോഷൻ. ഡിവോഷൻ ഷുഡ് ബി ഓഫ് ഡിക്ലറേഷൻ. ദിസ് ഇസ് ദ ഡേ ദാറ്റ് ദ ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ദൈവം നടത്തിയ വിധങ്ങളെ ഒന്ന് റിമെമ്പർ ചെയ്യുക. ദൈവവചനത്തിൽ ഒരു സങ്കീർത്തനത്തിൽ ദൈവം അവർ അൺതാങ്ക്ഫുൾ, നന്ദിയില്ലാത്തവരായതിൻ്റെ കാരണം ദൈവം ചെയ്ത നന്മകൾ അവർ മറന്നുപോയി. അപ്പം ദൈവം ചെയ്തത് നന്മയും മുഴുവൻ നമ്മുടെ ഒരു 10 സെക്കൻഡെങ്കിലും ഓർക്കുക. ആൻഡ് ഡിക്ലെയർ ദ വേർഡ്, ദിസ് ഇസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ് ഫോർ മീ, ഐ വിൽ ഡാൻസ് ആൻഡ് റിജോയ്സ് ഇൻ ഇറ്റ്. അങ്ങനെയുള്ള ഡിക്ലറേഷൻസ് ഓഫ് ദ വേർഡ്. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഇതെല്ലാം ദൈവവചനം. ആ ഡിക്ലറേഷൻ ഷുഡ് ബി ദ മോർണിംഗ് ഡിവോഷൻ. ടൈം അലോൺ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് ഓഫ് വിത്ത് ദ റീഡിങ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. നൗ നോർമലി ടൈം അലോൺ വിത്ത് ഗോഡ് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 1 തെസ്സലോനിക്കലായിരിക്കും. 1 തെസ്സലോനിക്കൽ വാസ് വൺ ഓഫ് സപ്പോസ് ടു ബി ദ ഫസ്റ്റ് ബുക്ക് റിട്ടൺ ലെറ്റർ ആണ്. ഈ ഗോസ്പൽസ് പോലും എഴുതുന്നതിൻ്റെ മുമ്പേ തെസ്സലോനിക്കലിൻ്റെ ഒക്കെ എഴുതിയ ലേഖനമായിരുന്നു ആദ്യമേ. സോ വേർ ദ വേർഡ് ഓഫ് ഗോഡ് ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്പർ 1. നമ്പർ 2, ദ കീ ഓഫ് ബ്ലെസ്സിങ്ങും അവിടെ ഇരിപ്പുണ്ട്. ഈ തെസ്സലോനിക്കൽ എഴുതിയ ലേഖനത്തിൽ ആണ് അനുഗ്രഹത്തിൻ്റെ ഒരു താക്കോൽ അവിടെ ഇരിപ്പുണ്ട്. അത് 1 തെസ്സലോനിക്കൽ 2:13. 1 തെസ്സലോനിക്കൽ 2:13, 2 തെസ്സലോനിക്കൽ 2:13, ഇതൊക്കെ കീസാണ്. അപ്പം 1 തെസ്സലോനിക്കൽ 2:13 ദൈവവചനത്തിൻ്റെ പ്രസക്തി അവിടെ പറയുന്നുണ്ട്. വായിച്ചേ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ട്. അപ്പൊ അത് ഒരു മനുഷ്യൻ പറയുന്നതായിട്ടല്ല, ദൈവം എന്നോട് ഇടപെടുന്നതായിട്ട് ഞാൻ ഏറ്റെടുത്തു. ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം വചനം എഫക്റ്റീവ് എവിടെയാകുന്നേ? ഒരാളത് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ. അപ്പം ഇന്ന് കേൾക്കുന്ന വചനം, അതുകൊണ്ടാണ് ഈ എബ്രായർ 4 പറയുന്നത് എല്ലാവരും ഒരുപോലെ സുവിശേഷം കേട്ടത്, ബട്ട് ദേ ഡിഡ് നോട്ട് മിക്സ് ഇറ്റ് വിത്ത് ഫെയ്ത്ത്. അത് അവർക്കായിട്ട് അവർ എടുത്തില്ല. സോ വാട്ട് ഹാപ്പൻ? അത് അവർക്കായിട്ട് എടുക്കാഞ്ഞത് കൊണ്ട് അത് അവർക്ക് പ്രയോജനം ചെയ്തില്ല. ചിലർ പറയുമല്ലോ, ഞാനും കേട്ടതാ, ബട്ട് ഡിഡ് യു ബിലീവ് ഇറ്റ്? അപ്പം കേൾക്കുന്നത് ചിലതൊക്കെ നാച്ചുറൽ മൈൻഡിന്, സ്വാഭാവിക മനസ്സിന് ബുദ്ധിമുട്ടായിരിക്കും വിശ്വസിക്കാൻ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ദൈവം എന്ന് പറയുന്നത് തന്നെ സൂപ്പർ നാച്ചുറലാണ്. ദൈവത്തിൽ നിന്നും ആ സ്വാഭാവികമായി നടക്കുന്നത് അല്ല ദൈവം. ദൈവം അസ്വാഭാവികമായി കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. റിമൂവ് ദ സൂപ്പർ നാച്ചുറൽ വിത്ത് ഗോഡ് ആൻഡ് ഗോഡ് ഈസ് നോട്ട് ഗോഡ്. അപ്പം ദൈവം അസ്വാഭാവികമായ കാര്യങ്ങൾ, അസ്വാഭാവികമായ അൺയൂഷ്വലായിട്ടുള്ള വഴികൾ, അൺയൂഷ്വലായിട്ടുള്ള ഫൈനാൻസസ്, ഏറ്റവും ക്ഷാമകാലത്തിൽ നമ്മൾ ഓരോരുത്തരും സമൃദ്ധിയായി നിൽക്കും. ഇതൊക്കെ സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻസ് ദൈവത്തിൻ്റെ. സോ റിമൂവ് ഗോഡ് ഫ്രം ദ സൂപ്പർ നാച്ചുറൽ ഫ്രം ഗോഡ് ആൻഡ് ഗോഡ് ഈസ് നോട്ട് ഗോഡ്. ദിസ് ഈസ് വൺ ഓഫ് ദ കീവേഡ്. സോ സ്റ്റാർട്ട് ഓഫ് വിത്ത് ദ ബുക്ക് ഓഫ് തെസ്സലോനിക്കൽ. ഇത് എൻ്റെ അഭിപ്രായമാണ്. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് എനി ബുക്ക്. അത് തെസ്സലോനിക്കൽ എഴുതിയ ലേഖനം 1-ാം അധ്യായം വായിക്കാൻ തുടങ്ങാൻ പോവാം. അപ്പം വായിക്കുന്ന മുമ്പേ ഏറ്റവും വലിയ അത്യാവശ്യം ടൈം അലോൺ വിത്ത് ഗോഡ് തുടങ്ങാൻ പോവാം. ടൈം അലോൺ വിത്ത് ഗോഡ് എന്ന് പറയുമ്പോൾ എന്നെ ഇത് മനസ്സിലാക്കി തരേണ്ട ആൾ പരിശുദ്ധാത്മാവ്. അപ്പോൾ ഒരു ചെറിയൊരു പ്രാർത്ഥന. പിതാവേ, എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്
ഈ വചനത്തിൻ്റെ വെളിപ്പാട് എനിക്ക് തരണേ. കാര്യം പിതാവ് ഹൃദയം തുറക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയം അണ്ടർസ്റ്റാൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഈ മത്തായി സുവിശേഷം 16 യേശു പത്രോസ് നീ ക്രിസ്തുവാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് പത്രോസ് നീ ഭാഗ്യവാൻ, പിതാവ് നിന്നെ വെളിപ്പെടുത്തിയത്. അപ്പോൾ പിതാവ് ഹൃദയം തുറക്കുന്നില്ലെങ്കിൽ നമ്മൾ ബൈബിൾ വായിച്ചാൽ നമ്മൾ സാധാരണ ഒരു പത്രം വായിക്കുന്ന പോലെ ആയിപ്പോകും. യേശു ക്രിസ്തു ആണെന്ന്, അല്ലെങ്കിൽ ക്രൈസ്റ്റിൻ്റെ ദ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അതാണല്ലോ ഇന്നലെ നമ്മൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞല്ലോ, ക്രിസ്തു എന്ന മർമ്മം ഇതിനകത്തുനിന്ന് മനസ്സിലാകണം. അത് മനസ്സിലാകണോ? പിതാവ് ഹൃദയം തുറക്കണം. യേശു ആരാന്ന് അറിയണോ? പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെയും പിതാവ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ ഒരു മനോഹരമായൊരു വചനമുണ്ട്. ലൂക്കോസ് സുവിശേഷം 10:22 ഞാൻ വിശ്വസിക്കുന്നു. 22 വായിച്ചു. എൻ്റെ പിതാവ് സകലവും എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ പിതാവ് സകലതും എങ്കിലേക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. അപ്പം പുത്രനെ അറിയണോ? പിതാവ് വെളിപ്പെടുത്തിയാലേ പിടികിട്ടത്തുള്ളൂ. തിരിച്ച് പിതാവ് ആരാന്ന് പിടികിട്ടണോ? പുത്രൻ വെളിപ്പെടുത്തണം. ആ പുത്രൻ വെളിപ്പെടുത്തിയതാണ് 4 സുവിശേഷങ്ങൾ. അത് താട്ട് വായിച്ചേ. പിതാവ് ഇന്നത് എന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനും പുത്രൻ വെളിപ്പെടുത്താൻ ഇച്ഛിക്കുന്ന. അപ്പം പുത്രൻ ഒരു ഇച്ഛ വരണം അല്ലേ? അപ്പം പുത്രനെ സ്നേഹിച്ചാൽ മതി. യേശുവിനെ സ്നേഹിക്കുമ്പോൾ യേശു വെളിപ്പെടുത്തി തരും പിതാവാം ദൈവം ആരാന്ന്. പിതാവ് നമ്മുടെ ഹൃദയം തുറന്നാലേ ഈ എഴുതിയിരിക്കുന്നത് ഈ വചനമാണ് ജീവൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഈ വചനം നോളജിനാണെങ്കിൽ അത് അപകടം. കാര്യം എന്ന് വെച്ചാൽ എനിക്കതും അറിയാം, ചിലരൊക്കെ പറയുന്ന കേൾക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങളൊക്കെ ഒന്നും അല്ല, പണ്ട് എന്നാ പറയേണ്ടത്, കുന്നംകുളത്തൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പം കുഞ്ഞുങ്ങൾ റോണക്ക്, രോഹിത്ത്, മോനു, അന്ന് അവർ എല്ലാം കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങൾ വെളിപ്പാടിൽ ശുശ്രൂഷിക്കാൻ തുടങ്ങി. തീരെ പൊടി കുഞ്ഞുങ്ങൾ, വലിയ ദൈവമഹത്വം ഇറങ്ങി. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇറങ്ങി തലേ കൈവെക്കാൻ തുടങ്ങി. അപ്പം ഒരു അമ്മച്ചിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം എന്നാ പറയേണ്ടത്, രോഹിത്താണോ മോനുമാണോ ആരോ കൈവച്ചുകൊണ്ട് ഇങ്ങനെ പോവുക, ഭയങ്കര മഹത്വം, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ടു. അവർ പറഞ്ഞു 25 വർഷം മുമ്പേ ഞാൻ പ്രാപിച്ച അഭിഷേകമാണ്, എൻ്റെ തലയിലൊന്നും ആരും കൈവെക്കണ്ട. ആ ആറ്റിറ്റ്യൂഡാണ് തെറ്റ്. ആ ആറ്റിറ്റ്യൂഡ് തെറ്റാണ്. എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം അറിയാം. ഒരു കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് വെച്ചുകൊണ്ട് ഒരു പ്രോബ്ലം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ 25 വർഷം പഴയത് എനിക്കെല്ലാം അറിയാം. ഈ പാരമ്പര്യം വളരെ ദോഷം ചെയ്യും, എൻ്റെ അറിവ്. അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ്, എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞ ദൈവസ്ഥാനത്തിലിരുന്നാൽ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കും. അല്ലെങ്കിൽ കാര്യം ഈ വചനം നമുക്ക് പ്രയോജനമാകുന്ന എവിടെയാണെന്ന് ഞാൻ പറയാം. ഈ വചനം നമ്മിൽ ജീവനാകണം. ജീവനകത്ത് ആ വെളിച്ചം ഇരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. അവൻ ആദിയിൽ വചനത്തെ യേശു വചനം. അതുകൊണ്ട് അതിൻ്റെ 12-ാം വാക്യത്തിൽ വായിക്കുമ്പം അതിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതാ യേശു. അപ്പം വചനം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഹീസ് ദ വേർഡ്. എന്നിട്ട് പറയാണ്, വായിച്ചു, ഞങ്ങൾ അവന്റെ തേജസ്. 4 വായിച്ചു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അവനിൽ ജീവൻ. അപ്പോൾ വചനം ആകുന്ന ഈ ക്രൈസ്റ്റിൻ്റെ അകത്ത്, യേശുവിൻ്റെ അകത്തെ വചനത്തിനകത്ത് എന്തിരിപ്പുണ്ട്? ജീവൻ ഇരിപ്പുണ്ട്. വായിച്ചു. ഇൻ ഹിം വാസ് ലൈഫ്. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി തീർന്നു. അപ്പോൾ ഈ വചനം എൻ്റെ അകത്ത് ജീവനും ചൈതന്യവും കൊണ്ടുവരണം. അല്ലാതെ ചീർപ്പല്ല കൊണ്ടുവരേണ്ടത്. ഈ വചനം മനസ്സിലാക്കും തോറും ഇറ്റ് വിൽ ബി ലൈഫ്. ആ ലൈഫിൻ്റെ ഗുണം എന്താ? ഇറ്റ് വിൽ ബിക്കം ലൈറ്റ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇഗ്നറൻസ് മാറും,
യു ആർ ക്ലിയർ വെയർ യു ആർ ഗോയിങ്, യു ആർ ക്ലിയർ വിത്ത് ദ ഡയറക്ഷൻ. ഇതേ സുവിശേഷത്തിൽ 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ യേശു 8:12 എന്ന് വായിച്ചാൽ നന്നായിരിക്കും. യേശു പിന്നോട് അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ തപ്പിത്തേടി നടക്കത്തില്ല, പിന്നെ ജീവന്റെ വെളിച്ചം. അപ്പം ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ ടൈം അലോൺ ചെയ്യുന്ന എന്തിനാ? ജീവൻ ഡ്രോ ചെയ്യാനാ, അവനിൽ വസിക്കാനാ, സോ ദാറ്റ് ഐ ക്യാൻ ഡ്രോ ദ ലൈഫ്. ഇത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്നത് ദ വേർഡ് ഓഫ് ലൈഫ്, ജീവന്റെ വചനമെന്ന് അല്ലേ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 16 എൻ്റെ വിശ്വാസം. 2:16 പറയും, ആൻഡ് ദ വേർഡ് ഓഫ് ലൈഫ്, ജീവന്റെ വചനം. അങ്ങനെയാണോ വായിച്ചേ? 16 സോറി, 15-ഉം 16-ഉം മലയാളത്തിൽ വായിച്ചു. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചു. അപ്പോൾ ഈ വചനം നമ്മുടെ അകത്ത് ജീവനാണ്. ഈ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം മുഴുവൻ ജീവനാണ്, ലിവിങ് ഹോപ്പ്, ജീവനുള്ള പ്രത്യാശ എന്ന് പറഞ്ഞാൽ യേശുവായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ആ ടൈമലോട് കഴിഞ്ഞ് ഇറങ്ങുമ്പം നിങ്ങളുടെ മുഖം കണ്ടാൽ ആൾക്കാർക്ക് മനസ്സിലാകണം ദൈവത്തെ കണ്ടിട്ട് ഇറങ്ങിയതാണ്. കാര്യം യു വിൽ ബി കാം, യു വിൽ ബി പീസ്ഫുൾ. കാര്യം എന്താ? യു ആർ ഡ്രോയിങ് ഔട്ട് ദ ലൈഫ്. അപ്പോൾ ജീവൻ്റെ വചനം. അപ്പം ഇരുട്ടിനകത്ത് നിന്ന്, അതുകൊണ്ട് യേശു സുവിശേഷം പോലും പറയുന്നത്, 2 കൊരിന്ത്യർ വായിക്കുമ്പോൾ മനസ്സിലാകും, സുവിശേഷം പോലും പറയുന്നത് യേശുവിൻ്റെ മുഖത്തുനിന്നും തേജസ്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ 4:4 ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം. അപ്പൊ ഇത് പ്രകാശനം തരുന്നതാണ്, ശോഭിക്കാൻ. ഇറ്റ് ഈസ് ബിക്കംസ് യുവർ ലൈറ്റ്. അതുകൊണ്ടാണ് യേശു യോഹന്നാൻ 6:63 പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ വചനം ജീവന. വായിച്ച് 6:63, യോഹന്നാൻ 6:63. മൈ വേർഡ്സ് ആർ സ്പിരിറ്റ്. അപ്പം എൻ്റെ സ്പിരിറ്റ് മാനിന്, എൻ്റെ അകത്തെ മനുഷ്യന് ജീവൻ വേണമെങ്കിൽ ആരുടെ വാക്ക് വേണം? ക്രിസ്തുവിൻ്റെ വാക്ക് വേണം. ക്രിസ്തുവിൻ്റെ വാക്ക് എവിടെ എഴുതിയിരിക്കുന്നത്? ലേഖനങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ അടിസ്ഥാനം ലേഖനങ്ങളിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ വചനം ബാക്കിയെല്ലാം വിടണോ? അല്ല. ഈ വചനം മുഴുവൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവത്തിൻ്റെ ശ്വാസം അടങ്ങിയതാണ്, ദ ഹോൾ ബുക്ക്. പക്ഷേ എൻ്റെ അകത്തെ മനുഷ്യന് ചൈതന്യം ലഭിക്കുന്നത്, ധൈര്യം ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ വചനത്തിലാണ്. അതുകൊണ്ട് യേശു പറയാണ്, വായിച്ചേ, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, ഫ്ലഷ് ഒന്നിനും ഉപയോഗപ്പെടുത്തില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനും. ഇംഗ്ലീഷിൽ പറയുന്നത് ഇറ്റ് ഈസ് ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ് എന്ന്, യേശുവിൻ്റെ വാക്കുകൾ. സോ നൗ ടൈം അലോൺ വിത്ത് ഗോഡിൽ ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ ഐ വോണ്ട് ദിസ് വേർഡ്. ഒരു വചനം വായിച്ച് ബൈബിൾ, ചിലരൊക്കെ പറയത്തില്ലേ, ഞാൻ 100 പ്രാവശ്യം ബൈബിൾ വായിച്ചു, ഞാൻ 5 പ്രാവശ്യം ബൈബിൾ വായിച്ചു. പക്ഷേ ആ ബൈബിൾ വായിച്ചതിൻ്റെ ജീവൻ കാണുന്നില്ല. ബൈബിൾ വായിച്ചതിൻ്റെ ദൈവത്തിൻ്റെ ആ നേച്ചർ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല, സ്നേഹം കാണുന്നില്ല. ഇപ്പോഴും ഭയങ്കര വഴക്കും ദേഷ്യവും എല്ലാം അറിയാവുന്നുള്ള ചിലർ വചനം കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ ചിരിക്കത്തൊന്നുമില്ല, വളരെ ഘനശാലികളായിരിക്കുക, തലഘനമുള്ളവരായിരിക്കുക. അങ്ങനെ ആകരുത്. വചനം പഠിക്കുന്നവരും നമ്മൾ സിമ്പിളായിക്കൊണ്ടിരിക്കും, നമ്മൾ മീക്ക്നെസ് വരും. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അതിനകത്തോട്ട് ഞാൻ മടങ്ങി വരാം. ഇഫ് വി ക്യാൻ കംപ്ലീറ്റ് ടൈം അലോൺ. ആ ടൈം അലോണിൻ്റെ ആദ്യത്തെ നിമിഷം എന്തായിരിക്കണം? ആദ്യത്തെ നിമിഷം ഈസ് എ പ്രെയർ. ഫാദർ, പിതാവേ, ഞാൻ ഈ വചനം വായിക്കാൻ പോകും. അപ്പം പിതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അപ്പം ചില കൂട്ടർ, ഇവിടെ ഇത് ഞാൻ പറയുമ്പോൾ ചില കൂട്ടർ
പിതാവേ ഉള്ളൂ, യേശുവിന് പ്രസക്തി ഇല്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അവർ വളരെ സൂക്ഷിച്ചോണം. അവർ പറയുന്നത് പിതാവാണ് ഇതെല്ലാം, യേശു എന്ന് പറയുന്നത് വെറും ഒരു സൃഷ്ടിയാണ്. അവർ പറയുന്ന ഗബ്രിയേലാണെന്ന്, സൃഷ്ടിച്ച്. അന്ന് ഗബ്രിയേലായിരുന്നു, ഇപ്പോൾ യേശുവായിരുന്നു. നെവർ. യേശു ഹീസ് എ മൈറ്റി ഗോഡ് ആൻഡ് ഗ്രേറ്റ് സേവിയർ. ഞാൻ ഇത് വളരെ തറപ്പിച്ച് പറയുന്നതിൻ്റെ കാര്യം, നമ്മൾ ക്രിസ്തുവിലാകുമ്പം പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്, എന്നാൽ യേശു ക്രിസ്തു മുഖാന്തരമാണ് നമ്മുടെ എൻട്രൻസ്. യേശുവിലൂടെ അല്ലാതെ ഒന്ന് രണ്ട് വചനം വായിക്കാം. ഞാനിത് പറയുന്നതിൻ്റെ കാരണം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം. ചിലർ പറയും യേശുവിന് പ്രസക്തിയൊന്നുമില്ല. അങ്ങനെയുള്ളവരെ വീട്ടിൽ പോലും കേട്ടത്. ഐവാൻ ബ്രദർ ഒരിക്കൽ ഐവാൻ ബ്രദറിൻ്റെ കസിൻ ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞ് വീട്ടിൽ വന്നു. ഐവാൻ ബ്രദർ ആദ്യമേ ചോദിച്ചു, യേശു ആരാ? അല്ല, അത് നമുക്ക് വചനം സംസാരിക്കാം. അല്ല, യേശു നിങ്ങൾക്ക് ആരാ? വഴി നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് നമുക്ക് അകത്ത് വചനമല്ലേ വചനമല്ല ഞങ്ങൾക്ക് അറിയേണ്ടത്, നിങ്ങൾ പറയുന്ന യേശു ആരാ? ഉടനെ പറഞ്ഞു, അതൊരു പിതാവാ വലുത്, യേശുവിന് പ്രസക്തിയില്ല. പറഞ്ഞു വീട്ടിൽ കയറി പോരുതെന്ന് പറഞ്ഞു. കാരണം യേശു പറഞ്ഞു, ഞാൻ തന്നെയാ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിനെ കാണാൻ മേല. 2 യോഹന്നാൻ 5-ന്റെ 22-ഉം 23-ഉം ഇത് നോട്ട് ചെയ്യണം. അതിൻ്റെ കാരണം ദ റെലവൻസ് ഓഫ് ജീസസ്, യേശുവിനെ മാറ്റാനായി ഇതിനകത്ത് എല്ലാം പദ്ധതി. അപ്പോൾ തന്നെ വേറൊരു കൂട്ടരുണ്ട്, യേശു മാത്രം, യേശു നാമക്കാരെന്ന് പറയും. യേശു മാത്രം മതി, പിതാവും വേണ്ട പരിശുദ്ധാത്മാവും വേണ്ട. അവിടെയാ തെറ്റ്. ഞാൻ പറഞ്ഞല്ലോ, സ്പിരിച്വാലിറ്റി ബാലൻസ്ഡ് ആയിരിക്കും. എന്താ വചനം പറയുന്നത് അത് നമുക്ക് വിശ്വസിക്കാം. ഈ പിതാവ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പാർട്ടികൾ അവർ നല്ലപോലെ തുടങ്ങിയവരാണ്. ഞാനിത് പറയുന്നത് എനിക്ക് തോന്നുന്നു ഹോളി സ്പിരിറ്റ് വോണ്ട്സ് മീ ടു ടോക്ക് ഓൺ ദിസ്. ഇത് നല്ലപോലെ ആരംഭിച്ചതാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, സ്വന്തം ദർശനത്തിൽ പ്രവേശിച്ച് തലേ മുറുകെ പിടിക്കാതിരുന്നു. സ്വന്തം ദർശനം. ഈ കൂട്ടർ 1925 ഇവർ ഇൻ്റർനാഷണൽ ട്രാക്ട് സൊസൈറ്റി ആയിരുന്നു. അവർ വീട് തോറും ഇന്നും അതാ ചെയ്യുന്നത്, ലഘുലേഖകൾ കൊടുക്കുക. എന്നിട്ട് അതുവഴി എൻട്രൻസുമായി 2 രൂപയ്ക്കോ ഒക്കെ അവർ ലഘുലേഖ ഇൻ്റർനാഷണൽ ട്രാക്ട് സൊസൈറ്റി ആയിരുന്നു. ഇതിൻ്റെ സ്ഥാപകൻ 1925 പറഞ്ഞു, കർത്താവ് വരാൻ പോവുക, എല്ലാവരും രാത്രി പ്രാർത്ഥിക്കാം. അന്ന് രാത്രി കർത്താവ് വന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കർത്താവ് എന്നോട് പറഞ്ഞു, കുറച്ചുകൂടെ ആളെ രക്ഷിക്കപ്പെടുത്താനുണ്ട്, അതുകൊണ്ട് 10 വർഷം കൂടെ സമയം തന്നിരിക്കുന്നു, 935 വരും. 935 ആയപ്പോഴും വന്നില്ല. അപ്പം അദ്ദേഹം എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കില്ലേ, ഇപ്പോൾ രാത്രി കർത്താവ് വരുമെന്ന്. കർത്താവിന് പോലും അറിയത്തില്ല എപ്പോഴാണ് വരുന്നതെന്ന്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് കർത്താവ് വരും. അന്ന് വരാത്തപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, കർത്താവ് വന്നു പോയി, ഇനി ബാക്കി നമ്മളിവിടെ ഉണ്ട് 1,44,400, അതായത് 12 × 12, അത്രയും പേർ മാത്രമേ ഇനി തിരഞ്ഞെടുക്കപ്പെട്ടവർ സ്വർഗത്തിൽ പോകത്തുള്ളൂ. അപ്പോൾ എനിക്ക് അവരോടുള്ള ചോദ്യം, പിന്നെ എന്തിനാണ് നിങ്ങൾ പുതിയ ആൾക്കാരെ നേടുന്നത്? നിങ്ങൾ 1,44,444 പേര് മാത്രമായിട്ട് നിൽക്കുന്നേ, എന്തിനാ പിന്നെ പുതിയ ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ ഓടുന്നേ? അപ്പം ദർ ഇസ് എ ഹിച്ച്. ഓർത്തോണം, ഹോളി സ്പിരിറ്റിനെ, അതുകൊണ്ടാണ് ഈ ഡിസേൺമെൻറ്റ്, വിവേചനം വളരെ അത്യാവശ്യമാണ്. വചനത്തിനകത്ത് അതുണ്ടോ? നിങ്ങൾ ഈ പറയുന്നത്, ഇപ്പം ഞാൻ പോലും പലതും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് വചനത്തിനകത്തുണ്ടോ എന്ന് അറിയണം. ഈ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ഈ അപ്പോലോസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോസ്തല പ്രവൃത്തി കഴിഞ്ഞ ദിവസം ഞാൻ ടൈം അലോൺ ചെയ്തത് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ആ ഭാഗമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 16-ാമത്തെ ആണോ 17-ാമത്തെ വാക്യത്തിലാണ്. അപ്പോലോസ് വാസ് വെരി, അതാണ് 18-ാം അധ്യായം 24-ാം വാക്യം മുതൽ. ആൻഡ് ദർ വാസ് എ സർട്ടൻ ജൂ, വായിച്ചു. അലക്സാന്ദ്രിയക്കാരനായി
വാഗ്വൈഭവവും തിരുവെഴുത്തിൽ സാമർഥ്യവും ഉള്ള അപ്പൊല്ലോസ് എന്ന പേരുള്ള അപ്പോലോസ്. ഓർക്കുന്നുണ്ട് ഈ പേര്? നിങ്ങളുടെ ഓർമ്മയുണ്ടോ? കൊരിന്ത്യ സഭ ഈ ആളുകളുടെ കാര്യം പറഞ്ഞ് അവിടെ ഒരു വഴക്കുണ്ടായത്. ഞങ്ങൾ അപ്പോലോസിന്റെ പക്ഷക്കാരാണ്. അപ്പൊ ഇദ്ദേഹം വാക്സാമർഥ്യവും പിന്നെ എന്ന് പേരുള്ള ഒരു യഹൂദൻ, വാക്സാമർഥ്യവും തിരുവെഴുത്തുകളിൽ സാമർഥ്യമുള്ള അപ്പൊല്ലോസ് എന്ന പേരുള്ള ഒരു യഹൂദൻ എഫെസോസിലെത്തി. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ച ആയിരുന്നു. കർത്താവിന്റെ മാർഗത്തിലാണ് ഉപദേശിക്കുന്നത്. യോഹന്നാന്റെ സ്നാനത്തെ കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നുവെങ്കിലും എന്നാൽ കക്ഷിക്ക് അറിയാവുന്ന ഒറ്റ സ്നാനമേ ഉള്ളൂ, യോഹന്നാന്റെ സ്നാനം. എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകി, ആത്മാവിൽ ഭയങ്കര എരിവ്. അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അപ്പം യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി വ്യക്തമായി പ്രസ്താവിക്കുന്ന ആളൂടെയാ. അപ്പം തീഷ്ണതയുണ്ട്, സ്ക്രിപ്റ്റേഴ്സ് അറിയാം. കഴിഞ്ഞ ദിവസം തോമസ് കുട്ടി ബ്രദർ പറഞ്ഞപ്പോഴാണ് സ്ക്രിപ്റ്റേഴ്സും വേർഡും തമ്മിൽ വ്യത്യാസം എനിക്ക് മനസ്സിലായത്. തോമസ് കുട്ടി ബ്രദർ നാളെ രാവിലെ ഒന്നുകൂടെ അത് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ ഇന്ന് ഇത് പറഞ്ഞുകൊണ്ട് ആൾക്കാർ അത് ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കും. സ്ക്രിപ്റ്റേഴ്സിനും വേർഡ് ഓഫ് ഗോഡ് രണ്ടായിട്ട് തോമസ് കുട്ടി ബ്രദറിന്റെ വാമൊഴിയായി കേൾക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, എന്നിട്ട് വായിച്ചു 26 വയസ്സ്. അവൻ പള്ളിയിൽ, അതായത് സിനഗോഗിൽ, പള്ളി എന്ന് പറയുന്നത് സിനഗോഗ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 3/4 കിലോമീറ്റർ. കാര്യം യഹൂദനെ സംബന്ധിച്ചോളം ഒരു ശബത്തിൽ 1 കിലോമീറ്റർ നടന്നാൽ ശബത്ത് പൊട്ടിപ്പോവും. അതുകൊണ്ട് എല്ലാ 3/4 കിലോമീറ്ററിൽ അവർക്കൊരു ശബത്തുണ്ട്. നടക്കുന്ന ദൂരം. ഈ ശബത്ത് നാളിൽ അവർ വണ്ടി ഓടിക്കാൻ മേല പ്രവൃത്തിയാണ്. നിങ്ങൾ ജെറുസലേമിൽ ചെന്നാൽ ജൂയിഷ് ക്വാർട്ടർ വഴി നിങ്ങൾ എങ്ങാനും വണ്ടി ഓടിച്ചാൽ കല്ലേറ് കിട്ടും. അന്ന് ശബത്താ, പ്രവൃത്തിയൊന്നും പാടില്ല. അതുകൊണ്ട് നടക്കാവുന്ന ദൂരം. വായിച്ചു. പ്രസംഗിച്ചു തുടങ്ങി. നോക്കിക്കേ, പൗലോസിന്റെ കൂടെ നടക്കുന്ന ഒരു ഫാമിലിയാ, അക്വിലായും പ്രിസ്കിലായും. അവന്റെ പ്രസംഗം കേട്ടാറെ അവനെ ചേർത്തുകൊണ്ട് അവനെ എന്ത് ചെയ്തു? മാറ്റി നിർത്തി. ദൈവത്തിന്റെ മാർഗം അധികം. അപ്പൊ ഇയാൾ ഇപ്പം പറയുന്നത് ക്വാളിറ്റി എന്തൊക്കെയാ? ക്രിസ്തുവിനെ തന്നെയാ പറയുന്നത്, പ്രാഗൽഭ്യത്തോടെയാ പറയുന്നത്. പക്ഷെ ശരിയല്ല പറയുന്നത്. ഇതിൽ ബെസ്റ്റായിട്ടാണ് സംസാരിക്കുന്നത്. സംസാരം കേട്ടാൽ ബെസ്റ്റാ. പക്ഷേ ഒരു കാര്യം വിട്ടുപോയി, യോഹന്നാന്റെ സ്നാനത്തിൽ അവിടെ വരെ ഉള്ളൂ ഇയാളുടേത്. സോ അവരെ എന്ത് ചെയ്തു? അക്വിലായും പ്രിസ്കില്ലായും മാറ്റി നിർത്തി. ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി. അപ്പൊ അപ്പോലോസിന് ഒരു ക്വാളിറ്റി എന്തായിരിക്കും? പഠിക്കാൻ തയ്യാറാണ്. ഒരു അക്വിലായും പ്രിസ്കില്ലായും പൗലോസിന്റെ കൂടെ നടക്കുന്നവരാ. അവര് പൗലോസിന്റെ കൂടെ നടക്കുന്ന ഒരു കോർ ടീമാണ്. അവര് ഈ പ്രസംഗം കേട്ടപ്പോൾ അദ്ദേഹം അവരെ കുറ്റം പറയല്ല, പരസ്യമായി നീ പറയുന്നത് തെറ്റാന്നൊന്നും പറഞ്ഞില്ല. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പം കുറച്ചുകൂടെ വായിച്ചു. അവൻ അഖായിലേക്ക് പോകാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. അപ്പം അദ്ദേഹം മനസ്സിലായി. എന്നിട്ട് 19 തുടങ്ങുക. വായിച്ചു. അപ്പൊല്ലോസ് കോരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ചു. എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? അവൻ വിശ്വാസിക്ക് പരിശുദ്ധാത്മാവ് വെരി വെരി ഇമ്പോർട്ടൻ്റാ. പരിശുദ്ധാത്മാവ് അല്ലാതെ നടക്കത്തില്ല, അറിയത്തില്ല. ഇത് ഹെൽപ്പർ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന. പൗലോസ് പറയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? ഏത്? അപ്പൊലോസ് പറഞ്ഞ വചനം കേട്ട് വിശ്വസിച്ചവരെ ഇവർ. അപ്പം അപ്പൊലോസിന്റെ തീഷ്ണതയും യേശുവിനെ കുറിച്ചുള്ള പറച്ചിലും ഒക്കെ ബെസ്റ്റാ. പക്ഷെ എന്ത് കിട്ടിയില്ല? പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല. വായിച്ചു. എന്ന് അവരോട് ചോദിച്ചു. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ അവർ ഇങ്ങനെ ഒരു ആളുണ്ടെന്ന് തന്നെ അറിയുന്നേ, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് തന്നെ അറിയുന്നേ. അപ്പോൾ അവർ കേട്ട വചനത്തിനകത്ത് മൈനസ് ഹോളി സ്പിരിറ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് മനസ്സിലായോ? ഹോളി സ്പിരിറ്റ് ഇല്ലാതെ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ, പ്ലെയിനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഓർത്ത് നോക്കിയാൽ, പ്ലെയിനിൽ നിങ്ങൾ ഇരിക്കുമ്പം പൈലറ്റ് അനൗൺസ് ചെയ്യുക ഫ്യൂവൽ തീർന്നു പോയി എന്ന് പറഞ്ഞാലുള്ള അവിടെ ഉണ്ടാകുന്ന കമോഷൻ എന്തായിരിക്കും? അലാം. എന്നാ ബഹളമായിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ഒരു പ്രാവശ്യം
ബോംബെയിൽ നിന്ന് കൊച്ചി വന്നുകൊണ്ടിരിക്കുമ്പം ഈ പ്ലെയിൻ ഹോൾഡ് ചെയ്തു. താഴെ എയർപോർട്ടിലൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പ്ലെയിൻ കറങ്ങിക്കൊണ്ടിരിക്കുക. കുറച്ച് നേരം കറങ്ങി. അപ്പം ഏകദേശം ഒരു അരമണിക്കൂർ കറങ്ങിക്കഴിഞ്ഞപ്പം പൈലറ്റ് അനൗൺസ് ചെയ്യുക, ഇതുവരെ നമുക്ക് ലാൻഡിങ് പെർമിഷൻ കിട്ടിയിട്ടില്ല. ഇവിടുന്ന് ട്രിവാൻഡ്രമാണ് അടുത്ത ലാൻഡിങ് എയർപോർട്ട്. ആ എയർപോർട്ട് വരെ പറക്കണമെങ്കിൽ അരമണിക്കൂറെങ്കിലും വേണം. എങ്കിലും 15 മിനിറ്റ് പറക്കാനുള്ള ഇന്ധനം കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞു. പ്ലെയിനകത്ത് ആദ്യമേ ഉണ്ടായത് ശ്മശാനമൂകത. എല്ലാവരും അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങോട്ടും സംസാരമായി. ആക്ച്വലി പൈലറ്റ് ഷുഡ് നെവർ റിവീൽ ദിസ് എന്നാ ഞാൻ പിന്നീട് അറിഞ്ഞത്. ഞാനാണെങ്കിൽ ഇത് കേട്ട ഉടനെ അന്യഭാഷ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പ്ലെയിൻ ചവിട്ടി ഇറങ്ങട്ടെ, കാര്യം എന്താ, അലാമിൻ്റെ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഇസ് ദ ഫ്യൂവൽ. പരിശുദ്ധാത്മാവ് ഗിവ്സ് ദ ലൈഫ് ടു ദ വേൾഡ്. പരിശുദ്ധാത്മാവില്ലാത്ത ഒരു ജീവിതം, ഇറ്റ് ഈസ് യു കനോട്ട് ബി എ ക്രിസ്ത്യൻ വിതൗട്ട് ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാ പിന്നെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നത്. അപ്പോൾ അപ്പോലോസ് ഇവിടെ നല്ല വാക്സാമർഥ്യമുണ്ട്, ക്രിസ്തുവിനെ നന്നായിട്ട് ബെസ്റ്റായിട്ട് പറയും, പക്ഷേ കംപ്ലീറ്റ് അറിഞ്ഞില്ല. അതുകൊണ്ട് അക്വിലം പ്രസംഗയിരുന്ന് പഠിപ്പിച്ചു. പിന്നീട് പൗലോസ് വന്നപ്പം ഈ അപ്പോലോസ് പോയ വഴി കൂടെ വരുമ്പം അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ലേ? വായിച്ചു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? ഉടൻ ചോദിച്ചു, പിന്നെ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? അപ്പം ഇവരെ യേശുവിൻ്റെ വാക്ക് കേൾപ്പിച്ചു, എല്ലാം ചെയ്തു, സ്നാനം കൂടെ കഴിഞ്ഞവരാ. ഉടനെ യേശു പൗലോസിനോട് ചോദിച്ചു, അപ്പം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ സ്നാനപ്പെട്ടത്? ഉടനെ അവർ പറഞ്ഞു, സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനമാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ എന്താ? മാനസാന്തര സ്നാനം. അപ്പം പൗലോസ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. താഴോട്ട് വായിച്ചു. അതിന് പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനമാണ് കഴിപ്പിച്ചത്. തന്നെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു. യേശുവിൽ വിശ്വസിക്കണം, യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെഴിക്കണം. വായിച്ചു എന്ന് പറഞ്ഞു. ഇത് കേട്ടാരെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ അവർ ഓൾറെഡി യേശുവിനെ അറിഞ്ഞു, വചനം കേട്ടു, വാക്സാമർഥ്യമുള്ള ആള്, നല്ല സ്പിരിറ്റ് ഉള്ള ആള്, സ്നാനപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ ആ പരിശുദ്ധാത്മാവ് വരുന്നതെന്ന് പഠിപ്പിച്ചില്ല. അതുകൊണ്ട് പൗലോസ് ചോദിച്ചപ്പം അവർ പറഞ്ഞു, ഞങ്ങൾ യോഹന്നാൻ്റെ സ്നാനമാണ് ഞങ്ങൾ കഴിപ്പിച്ചേ. അതിന് എക്സ്പ്ലെയിൻ ചെയ്തു, അത് മാനസാന്തര സ്നാനമാണ്. പക്ഷേ യോഹന്നാൻ തന്നെ പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാളും ശ്രേഷ്ഠമാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വേണം നിങ്ങൾ. സോ ഹേർഡ് ദിസ് ആൻഡ് ദേ വർ ബാപ്റ്റൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? വായിച്ചേ. പൗലോസ് അവരുടെ മേൽ കൈവച്ചു, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ഉടനെ പരിശുദ്ധാത്മാവ്. അപ്പം റൈറ്റ് വായിച്ചു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അപ്പം അവരുടെ പരിശുദ്ധാത്മാവ് വന്നു, ഉടനെ അവരെന്ത് ചെയ്തു? അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. എനിക്ക് ദുഃഖകരമായ ഒരു കാര്യം, ക്രൈസ്തവർ, വേറെ ആൾക്കാർ പറയട്ടെ, ക്രൈസ്തവ കുടുംബത്തിൽ പിറന്നവർ ഈ അന്യഭാഷ പിശാചിൻ്റെതാന്ന് പറയരുത്. പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. വചനത്തിൽ എഴുതിയിരിക്കുക അന്യഭാഷ. വചനത്തിൽ എഴുതിയിരിക്കുക അന്യഭാഷ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അല്ല, ആത്മാവ് ദൈവത്തോട് സംസാരിക്കുന്ന പറയുന്ന ആൾക്ക് പോലും മനസ്സിലാകത്തില്ല. വല്ലവരും പറഞ്ഞു കേട്ട് നിങ്ങൾ അവരുടെയും കൂടെ പാപം ഏറ്റെടുക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. മാനസാന്തരപ്പെടണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ യേശുവിനെ കുറിച്ചുള്ള റൈറ്റ് റെവലേഷൻ ഉണ്ടായിരിക്കണം. അപ്പം യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ 22 പറയാണ്, വായിച്ചേ. എല്ലാവരും പിതാവാം ദൈവത്തെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കണം. ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി മുഴുവൻ ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പം പുത്രനെ ബഹുമാനിക്കാതിരുന്നാൽ
ചെറിയ കുഴപ്പമുണ്ട്. ന്യായവിധി വരുമ്പം പിതാവ് ചെറിയ വിഷയം ഉണ്ടാക്കും അവിടെ. അതാണ് ഈ 1 യോഹന്നാൻ ലൈറ്റ് കുറച്ച് ഡിമ്മൈറാണ് റോഷന. 1 യോഹന്നാൻ അതിൻ്റെ 2 യോഹന്നാൻ ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷനാണ്. സോ യു ഗോ, ഈ ടൈം അലോൺ ചെയ്യുന്ന മുമ്പേ ക്ലിയർ ആയിരിക്കണം തോട്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ടൈം അലോൺ ഇസ് വൺ ഓഫ് ദ ലൈഫ് വരണം. അല്ലാതെ വീണ്ടും ഞാൻ പറയാം, ഞാൻ വചനം അറിഞ്ഞു എന്നുള്ള ചീർപ്പല്ല വരേണ്ടത്. ഒരു ജീവൻ വരണം, സന്തോഷം വരണം. ചിലർ പ്രാർത്ഥന മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടാൽ കടന്തൽ മുഖത്ത് കുത്തിയതുപോലെ വരുന്നത്. ഇങ്ങനെ വലിയ എന്ന് പറഞ്ഞാൽ അവർ കുഞ്ഞുങ്ങിയ എങ്ങാനും പരിശുദ്ധാത്മാവ് ഇറങ്ങി പോകുന്നത്. ചിലരെ കണ്ടാൽ പേടിച്ചു പോകും. ചിലരുടെ നടപ്പ് കണ്ട അതുപോലെ അഭിഷേകം എന്നാണ് പറയുന്നത്. അവരുടെ അടുത്തോലും അയ്യോ ഇങ്ങനെ വാ തുറന്ന് അങ്ങനെ പോയെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ പരിശുദ്ധാത്മാവ് ആനന്ദ തൈലമാണ്. നിങ്ങളും സന്തോഷിക്കും, നിങ്ങളുടെ ചുറ്റുമുള്ളവർ കൊതിക്കും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ. they will long to be with you. നോക്ക്, യേശു 2 യോഹന്നാൻ അതിൻ്റെ 1 അധ്യായമേ ഉള്ളൂ, 7-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലതും ലോകത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവനാകുന്നു. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചു കൊള്ളണം. പൂർണ്ണ പ്രതിഫലം കിട്ടാൻ സൂക്ഷിച്ചു കൊള്ളണം. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഉപദേശത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ പിതാവുമുണ്ട് പുത്രനുമുണ്ട്. ആ പുത്രൻ എന്ന് പറഞ്ഞാൽ ഏതോ സൃഷ്ടിയല്ല, മഹാദൈവം തന്നെയാണ്, മഹാദൈവമാണ്. എന്നിട്ട് പറയുകയാണ്, താഴോട്ട് വായിച്ചു, ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നു എങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, കുശലം പോലും പറയരുതെന്ന്. കുശലം പോലും പറയാൻ പോകരുത്, എന്നാൽ കൈ പോലും കൊടുക്കരുത്, ഗ്രീറ്റ് ചെയ്യരുതെന്ന് എഴുതിയിരിക്കുന്നത്. ഇഫ് എനി വൺ കംസ് ടു യു ആൻഡ് ഡസ് നോട്ട് ബ്രിങ് ദിസ് ഡോക്ട്രിൻ, ഏത് ഡോക്ട്രിൻ ഓഫ് ക്രൈസ്റ്റ്, ഡു നോട്ട് റിസീവ് ഹിം ഇൻ യുവർ ഹൗസ് നോർ ഗ്രീറ്റ്. എന്നോട് വിശേഷം പോലും ചോദിക്കാൻ പോകരുത്. They are deceivers. They are antichrist. നോക്കിക്കേ, 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 22 മുതൽ വായിച്ചോ. യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളൻ ആരാകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല. പുത്രനെ നിഷേധിച്ചാൽ എന്തില്ല? പിതാവുണ്ട്, പുത്രനില്ല എന്ന് പറയുന്നവരെ സൂക്ഷിച്ചോണം. അവരെ കേറ്റരുത്, അവരുമായിട്ട് കുശലത്തിന് പോലും പോകരുത്. ബിക്കോസ് ദേ ആർ അണ്ടർ എ ഡെല്യൂഷൻ. പിശാച് നോണക്കകത്ത് മനുഷ്യരെ അന്ധരാക്കും. കാര്യം അവർ ഈ വചനം ഈ ബൈബിൾ കൊണ്ട് തന്നെയാണ് വരുന്നത്. ദിസ് ഇസ് ദ സെയിം ബൈബിൾ ദ യൂസ്. പക്ഷേ ഇത് പറയത്തില്ല. 1-2 വചനം അവർ പറയും. യേശു പറഞ്ഞില്ലേ പിതാവ് സകലത്തിലും വലിയവൻ? യേശു പോലും പറഞ്ഞില്ലേ പിതാവ് വലിയവൻ? ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ, പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടിച്ചില്ലേ ദൈവം? ഇതൊക്കെ ചുമ്മാ നോൺസെൻസാണ്. അവൻ മഹാദൈവമാണ്. അതുകൊണ്ട് ലേഖനങ്ങൾ നിങ്ങൾ വായിക്കണം. സുവിശേഷങ്ങളിൽ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം ഇസ് ഫുൾ ഓഫ് റെവലേഷൻ. അത് വായിക്കണം. വായിച്ചോ. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, സ്വീകരിക്കുന്നവന് പിതാവുണ്ട്. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. പിതാവിലും വസിക്കും. അപ്പം ഈ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പം ദ റെവലേഷൻ ഷുഡ് ബി ഫസ്റ്റ്. പ്രാർത്ഥിക്കണം. ഈ രാത്രി വചനം കേൾക്കാൻ ഇരിക്കുമ്പോഴും പ്രാർത്ഥിക്കണം. കർത്താവ് ഈ കേൾക്കുന്നത് ഗ്രഹിക്കണം. ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ മൈൻഡഡ് അല്ലെങ്കിൽ ഒരു ദോഷം,
നമ്മൾ കേട്ടോ ഇതല്ലല്ലോ ഞാൻ കേട്ടെന്ന് പറയും. അല്ല, അവിടെ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അക്വിലയും പ്രസിലയും അപ്പോലോസ് പറയുന്നത് ബെസ്റ്റായിരുന്നു, പക്ഷേ ഫുൾ അല്ലായിരുന്നു. അപ്പം അക്വിലയും പ്രസില്ലയും അപ്പോലോസിനെ പിടിച്ചിരുത്തി ഫുൾ എന്താന്ന് പഠിപ്പിച്ചു കൊടുത്തു. പിന്നീട് പൗലോസ് പോയപ്പോഴാണ് മനസ്സിലായത് അപ്പോലോസ് വാസ് ഗുഡ്, പക്ഷേ മാനസാന്തരം വരെ ഉള്ളൂ ആളുടെ പഠിപ്പീര്. പരിശുദ്ധാത്മാ അഭിഷേകവും യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനവും പറയുന്നില്ല. അവിടെയാണ് കുഴപ്പം വരുന്നത്. വാക്സാമർഥ്യം, ബൈബിളിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഡിസേൺ ചെയ്യണം വചനത്തിൻ്റെ അത് തന്നെയാണോ പറയുന്നത്. അപ്പം ടൈം അലോൺ വിത്ത് ഗോഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിനോട്, പിതാവിനോട് പറയണം, പിതാവേ, യേശുവിനെ, ക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്തണം. ഞാൻ ഇത് വായിക്കുമ്പം ക്രിസ്തു എന്നിൽ വെളിപ്പെട്ട് വരണം. ആ പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ എന്നെ ഇതിന് സഹായിക്കണം, അങ്ങാണല്ലോ എന്നെ സഹായിക്കുന്നത് എന്ന് പറഞ്ഞ് ടൈം അലോൺ വിത്ത് ഗോഡ് നമ്മൾ തുടങ്ങാൻ പോവുക. ടൈം അലോൺ വിത്ത് ഗോഡ് എല്ലാ ദിവസവും എവിടെയായിരിക്കണം? വെൻ യു ഹാവ് ടൈം ടു ബി അലോൺ വിത്ത് ഗോഡ്. ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാൻ സമയമുള്ളപ്പോഴേ ടൈം അലോൺ വിത്ത് ഗോഡ് ചെയ്യാവുള്ളൂ. അത് 1 മണിക്കൂറാണ്. ആ 1 മണിക്കൂറിൻ്റെ കാര്യം കൂടെ ഞാൻ പറയാം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, കുഡ് യു നോട്ട് പ്രേ വിത്ത് മീ ഫോർ 1 hour? ഈ 1 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ബാരിയറാണ്. ഈ 1 മണിക്കൂറാണ് നമ്മൾ ഫ്ലഷ് സ്ട്രഗിൾ ചെയ്യുന്നത്. കാണാമല്ലോ, നമ്മൾ 15 മിനിറ്റ് വരെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ വിഷയം പോയി. അരമണിക്കൂർ അങ്ങേയറ്റം, പിന്നെ ഭയങ്കര ടയറിങ്ങാണ്, ഉറക്കം വരുന്നു. ചിലർ എന്നോട് പറയും, തങ്കൂറെ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പം അങ്ങ് ഉറക്കം വരിക. അപ്പം ഞാൻ പറയും, ആ സമയത്ത് കിടന്ന് ഉറങ്ങണം. കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാൻ ഇരുന്നത് ഉറക്കം വന്നപ്പോഴാണ്. അതുകൊണ്ടാണ് അലേർട്ടായിരിക്കുമ്പം ഒന്ന് ഇരുന്നേ. അപ്പോൾ ടു ടൈം അലോൺ ഇസ് ടൈം ഓഫ് അലേർട്ട്നെസ്. എന്താ കാര്യം? എന്താ? യു ആർ ഗോയിങ് ടു ഡൗൺലോഡ് ദ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ് വിച്ച് വിൽ ബിക്കം എ റെവലേഷൻ ആൻഡ് ഇറ്റ് വിൽ ബി ലൈറ്റ് ഓഫ് ലൈഫ്. ജീവൻ്റെ വചനമാണ്, ജീവൻ്റെ വെളിച്ചമാണ്. മറക്കരുത്, ജീവൻ്റെ വെളിച്ചം നമ്മിൽ വരാൻ പോവുക. സോ ജീവൻ, വെളിച്ചം, ജീവൻ രണ്ടുകൂടെ അകത്ത് വരുക എന്ന് പറഞ്ഞാൽ ചൈതന്യം. അപ്പം അതിന് ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കണം, എനിക്കൊരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം. ഷെഡ്യൂളിൻ്റെ ടൈം മാറിയാലും, കുറച്ച് എക്സ്റ്റെൻഡഡ് ആയാലും, സ്ട്രെച്ച്ഡ് ആയാലും, ഇതൊക്കെ ആരോടെ ഞാൻ പറയുന്നത്? ആഗ്രഹിക്കുന്നവരോടാണ് പറയുന്നത്, ആഗ്രഹിക്കുന്നവരോട്. അപ്പം തുടങ്ങുക, പിതാവേ ഞാൻ ബൈബിൾ വായിക്കാൻ പോകും, എന്നോട് അങ്ങ് സംസാരിക്കണം, ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ഇതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് തരണം. അപ്പം അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. കാര്യം പിതാവ് വേണം വെളിപ്പെടുത്താൻ. അപ്പോൾ ആ സമയത്ത് എൻ്റെ മൈൻഡ് ഫ്രീ ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാവിലെ ഡിവോഷൻ ആകാം, വൈകുന്നേരം ടൈം അലോൺ വിത്ത് ഗോഡ് ആകാം. വീട്ടമ്മമാരാണെങ്കിൽ രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം, ഭർത്താവ് ഓഫീസിൽ പോകണം, വീട്ടിൽ ജോലി ചെയ്യാനുണ്ട്, എന്ത് ചെയ്യണം? കുറച്ച് നേരത്തെ അങ്ങ് എഴുന്നേക്കണം. 5 മണിക്ക് എഴുന്നേക്കുന്നെങ്കിൽ 4 മണിക്ക് എഴുന്നേക്കണം. അപ്പോൾ നിങ്ങൾ ഓർക്കും, ക്ഷീണം വരത്തില്ല. ഒട്ടും ക്ഷീണം വരത്തില്ല. കർത്താവിൻ്റെ കൂടെ ഇരുന്നാൽ, ഉറക്കം തൂങ്ങിയിരുന്നാലും എനിക്ക് ഒത്തിരി അനുഭവമുണ്ട്. ക്ഷീണിച്ചായിരിക്കുന്നത്, ഇനി ഒരു മീറ്റിംഗ് കൂടെ എന്ന് പറഞ്ഞാൽ, പക്ഷേ ഞാൻ ഏറ്റുപോയി. പക്ഷെ എഴുന്നേക്കുമ്പോൾ ബും എക്സ്പ്ലോഡ് ചെയ്യും. ലൈഫാണ്. കാര്യം എന്താ? ദിസ് ഈസ് ലൈറ്റ് ഓഫ് ലൈഫ്, ജീവൻ്റെ വെളിച്ചമാണ്. സോ ദിസ് ഈസ് വെരി എക്സൈറ്റിംഗ്. അപ്പോൾ തെസ്സലോനിക്കൽക്ക് എഴുതിയ ലേഖനത്തിലാണ് തുടങ്ങേണ്ടത്. ആദ്യമേ തെസ്സലോനിക്കൽക്ക് എഴുതിയ ലേഖനം. കാര്യം ദിസ് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ, സോ ഐ എം ഗോയിങ് ടു റൈറ്റ്. അത് 1-ാമത്തെ അധ്യായം ഞാൻ വായിക്കാൻ പോവാം. അപ്പോൾ അതിൻ്റെ മുമ്പേ ഒരു 200 പേജ് ബുക്കൊന്ന് വാങ്ങിക്കണം, ഒരു പെന്ന് വാങ്ങിക്കണം, ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് ഇരിക്കാൻ പോവാം. അപ്പം 1 തെസ്സലോനിക്കൽ ഞാൻ വായിക്കാൻ പോവാം. പത്രം വായിക്കുന്നത് പോലെയല്ല. 1 തെസ്സലോനിക്കൽ 1-ാം അധ്യായം. ആ 1-ാം അധ്യായം, 1 തെസ്സലോനിക്കൽ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കണം. 1-ാമത്തെ വാക്യം എന്താ? പോൾ, Silvanus and Timothy to the church of Thessalonians in God the Father and Lord Jesus Christ. Grace to you and peace from God our Father and the Lord Jesus Christ. ഇങ്ങനെ വേണം വായിക്കാൻ, ഒച്ചത്തി വായിക്കണം. അനി വായിച്ച ഒച്ചത്ത് 1, 2 ഒന്ന് വായിച്ചേ.
പൗലോസും സിൽവാനോസും തിമോത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും ഈ രണ്ട് വാക്ക് ഭയങ്കര എല്ലാ ലേഖനങ്ങളിൽ കാണും. കൃപയും സമാധാനം. കാര്യം സമാധാനം ദൈവരാജ്യത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അസറ്റാണ്. ചിലരുടെ മനസ്സിനകത്ത് പൈസ വലുതാണ്, പൈസയെക്കാളും വലുതാണ് സമാധാനം. ആരോഗ്യം, സമാധാനം, സന്തോഷം, അതൊക്കെ വെൻ യു ആർ റൂട്ടഡ് ഇൻ ദ വേർഡ്. സോ ഇത് ഇങ്ങനെ വായിക്കാൻ തുടങ്ങും. സോ ഗിവിങ് താങ്ക്സ് ടു ദ ഗോഡ്. വായിച്ചേ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും. അപ്പം എന്തോ ഒരു വാക്ക് കയറി പിടിക്കുക അല്ലേ? പ്രത്യാശയുടെ സ്ഥിരത. അപ്പം പ്രത്യാശയുടെ സ്ഥിരത ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവും. അപ്പം ദൈവത്തെ നമ്മുടെ പിതാവും സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട. അപ്പം ദൈവത്താൽ സ്നേഹിക്കപ്പെടാം. അപ്പോൾ ഞാൻ ദൈവത്തിനാൽ സ്നേഹിക്കപ്പെട്ടവനാണ്. അപ്പോൾ ഇത് എന്നോട് വേണം വായിക്കാൻ, ഒച്ചത്തിൽ വേണം വായിക്കാൻ. വായിച്ചു. സഹോദരന്മാരെ, നിങ്ങളുടെ എലക്ഷൻ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ. അപ്പോൾ ഇവിടെ എന്തോ ഒരു സംഭവം പിടിക്കണം. അപ്പം ഹോളി സ്പിരിറ്റ് കൂടെ നിൽക്കുമ്പം നമുക്ക് ഒരു 3-4 വാക്യത്തിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെയും പുറകോട്ട് പോകും, പിന്നെയും ഇങ്ങോട്ട് വരും. തെരഞ്ഞെടുപ്പ്, എലക്ഷൻ. അപ്പോൾ തെരഞ്ഞെടുപ്പ് ബിലീവേഡ്. അപ്പം എന്തോ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ എങ്ങും പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ ഹോളി സ്പിരിറ്റ് ഹുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അടുത്ത വചനത്തിനോട് പോകണം എന്ന് പറഞ്ഞാൽ ഒരു അധ്യായം വായിച്ച് തീർക്കുന്നതിനകത്തല്ല, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോട് പെറുക്കി ഒരു വാക്ക് വായിക്കണം. പെറുക്കി ഓരോ വാക്ക് പെറുക്കുമ്പം അതിൽ ചിലത് കൊളുത്തും. അവിടെ നിൽക്കണം. അവിടെ നിന്നിട്ട് പിന്നെയും പ്രാർത്ഥിക്കണം. ഹോളി സ്പിരിറ്റ് എന്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഉടനെ ആ ഭാഗത്തിൽ നിന്ന് ഹോളി സ്പിരിറ്റ് വിൽ സ്റ്റാർട്ട് ടോക്കിംഗ് ടു യു. അപ്പോൾ എങ്ങനെ ടോക്ക് ചെയ്യുന്ന കേൾക്കാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ വായിച്ചുകൊണ്ട് നോയിങ്, അപ്പോഴത്തേക്ക് എലക്ഷൻ എവിടെയോ എലക്ഷൻ വായിച്ചിട്ടുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് പറഞ്ഞ എലക്ഷൻ എവിടെയാ? പത്രോസ്, നോ എലക്ട് ഓഫ് ഗോഡ്, ചോസൺ ബൈ ഗോഡ്. സോ ഇത് യു ആർ സ്റ്റാർട്ടിങ് നൗ സ്ലോലി ടു ഗോ ഇൻ ടു ദ വേർഡ്. അപ്പം ഇവിടെ വരെ വായിച്ചു കഴിഞ്ഞു കർത്താവിനോട് പ്രാർത്ഥിച്ചു. 200 പേജ് ബുക്കിൻ്റെ രണ്ട് ഭാഗം ഇങ്ങനെയാണല്ലോ 200 പേജ് ബുക്ക്. അതിൻ്റെ ഈ ഭാഗത്ത് വൺ സൈഡ് ഓഫ് ദ ബുക്ക്. അപ്പം നമ്മൾ ബുക്കിൻ്റെ ഒരു സൈഡിൽ ഈ സൈഡിൽ എന്ത് ചെയ്തു? മുകളിൽ എഴുതി 1 തെസ്സലോനിക്കൽ എഴുതണം. അതിനാ പെണ്ണ് വാങ്ങിച്ചത്. 1 തെസ്സലോനിക്കൽ 1-ാം അധ്യായം 1, 2, 3 അവിടെ വരെ ഞാൻ വായിച്ചിട്ടുള്ളൂ. അതിനകത്തുനിന്ന് ദൈവം എന്നോട് എന്താ സംസാരിച്ചു? ഞാനിപ്പം വായിച്ചപ്പോൾ റോഷൻ ഉടനെ ഒരു ബുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഡിവോഷൻ ബുക്ക് എന്ന് വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു വശം ഇത് റോഷനാടെ ടൈം അലോൺ വിത്ത് ഗോഡ്. അപ്പോൾ ഒരു വശം ഇതിൻ്റെ യു ഷുഡ് റൈറ്റ് തെസ്സലോനിക്കൻ. രണ്ടാമത്തെ സൈഡ് അവിടെ പരിശുദ്ധാത്മാ എന്തൊക്കെ സംസാരിച്ചു? 1, ഞാൻ ബിലവഡ്, ഐ എം ദ ബിലവഡ് ഓഫ് ഗോഡ്, ഐ എം ചോസൺ, ഐ എം എലക്റ്റഡ്. അവിടെ എന്തോ ഇൻ ദ ലേബർ ഓഫ് ലവ്, പേഷ്യൻസ് ഓഫ് ഹോപ്പ്. അപ്പം പ്രത്യാശയ്ക്ക് ഒരു പേഷ്യൻസ് ഉണ്ട്. എഴുതുക, പ്രത്യാശ ഈക്വൽസ് പേഷ്യൻസ്. അപ്പോൾ എനിക്ക് പേഷ്യൻസ് ഉണ്ടാകണം പ്രത്യാശയിൽ. അപ്പം ഈ ഓരോ വാക്കും പെറുക്കണം, ഓടിച്ച് വായിക്കരുത്. നിന്ന് ഇങ്ങനെ ഓരോന്ന് വായിക്കുമ്പം വാട്ട് ഹാപ്പൻസ്?
ഈ ഈ ഈ ഭാഗം ഡിവോഷണലായി. ഇപ്പുറത്തെ വശത്ത് അപ്പം ഈ ഭാഗത്ത് എഴുതി, ഇപ്പുറത്ത് എഴുതി, ഇപ്പുറത്തെ വശം ഇനിയും എഴുതാൻ പോവുക. അടുത്തത് ഇനി എഴുതുന്നത് ഒരു ലവ് ലെറ്ററാണ്. ഇത് ഞാൻ തുടങ്ങുന്നത് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. 2, താങ്ക് യു ഫോർ ദിസ് ഡേ. അപ്പം എന്തിനാ ജേണൽ ചെയ്യുന്നത്? ജേണൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവെ താങ്ക് യു, ഇന്നത്തെ ദിവസത്തിനായി നന്ദി. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അത് ഞാൻ എഴുതും എല്ലാ ദിവസവും. എൻ്റെ ഡയറിക്കകത്ത് ആദ്യത്തെ പാരഗ്രാഫ് അതായിരിക്കും, സ്ട്രെങ്തൻ മൈ ഇന്നർ മാൻ. എൻ്റെ അകത്തെ മനുഷ്യനെ അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണേ. കാര്യം എന്താ? എൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ മാത്രമേ, ഓൺലി ദെൻ ഐ ക്യാൻ ബി ചോദിക്കുന്നതെന്നും നനയ്ക്കുന്നതെന്നും കിട്ടത്തുള്ളൂ ഫുൾനെസ് ഓഫ് ഗോഡ്. അതാണ് എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6-ാം. ഇതൊക്കെ സീക്രട്ട് ആരോടും ഞാൻ പറഞ്ഞു കൊടുക്കാത്തതാണ്, നിങ്ങളോട് പറയുക. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങൾ തുടങ്ങിയാൽ യു വിൽ ബിക്കം അഡിക്റ്റഡ് ടു ജീസസ് ക്രൈസ്റ്റ്. ഇത് ഒരു അഡിക്ഷനാണ്. ഞങ്ങൾക്ക് ഈ ഇന്നർ ചേമ്പർ പലരും പറയുന്നുണ്ട് നിർത്തരുത് എന്ന്. സത്യം എന്ന് വെച്ചാൽ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. നമ്മളൊരു ക്രൂസൈഡിനൊക്കെ പോകുമ്പോൾ 4-ാം ദിവസം നല്ല ഈ പരീക്ഷയൊക്കെ എഴുതുന്ന പിള്ളേർ അവസാനത്തെ പരീക്ഷ എഴുതത്തില്ലേ എന്ന് പറയുന്നതിലൊരു ലാസ്റ്റ് മീറ്റിംഗ്. പക്ഷേ വെൻ യു സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് ജീസസ്, ചിലർ പറയും ഹൗ ക്യാൻ യു സ്പെൻഡ് സോ മച്ച് അവർ. സ്നേഹിക്കുന്നവന് സമയം അറിയത്തില്ല. സ്നേഹത്തിൽ യു വിൽ ലൂസ് ദ സെൻസ് ഓഫ് ടൈം. അത് വരാനാണ് ഞാനീ പറയുന്നത്. വായിച്ചേ എഫീഷ്യർക്ക് ഇത് ലേഖനം 3:16. അതൊക്കെ ഞാൻ ഇത് എഴുതും. ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ഞാൻ എഴുതും. അവൻ തൻ്റെ എന്ന് എഴുതുമ്പോൾ അതിൻ്റെ പകരം ഞാൻ പറയുന്നു, പിതാവേ അങ്ങയുടെ മഹത്വത്തിൻ്റെ ധനത്തിന് തക്കവണ്ണം എൻ്റെ ആത്മാവിനാൽ എൻ്റെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ എൻ്റെ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും ഞാൻ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് ഉയരവും അറിയാൻ സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും ആകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഞാൻ എഴുതും. ഇത് എഴുതുമ്പോൾ തന്നെ യു വിൽ ഫൈൻഡ് സംതിങ് ഹാപ്പനിങ്. ഇത് എഴുതുമ്പോൾ തന്നെ ഗുണം എന്താ? എഴുതുമ്പോൾ ചിന്ത വല്ലയിടത്തും പോകാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഫ്ലഷ് ജഡത്തെ പിടിച്ച് ഇതിനകത്തോട്ട് കൊണ്ടുവരിക. യു ആർ റൂട്ടിങ് യുവർ മൈൻഡ്. ഫാദർ, സ്ട്രെങ്തൻ മൈ ഇന്നർ മാൻ. ഫാദർ, താങ്ക് യു ഫോർ ദിസ് ഡേ. ഫാദർ ഓഫ് മൈ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. എല്ലാ ദിവസത്തെ എൻ്റെ ഡയറി അങ്ങനെ തുടങ്ങുന്നത്. ഇതെൻ്റെ ലവ് ലെറ്ററാണ്. ഇപ്പുറത്തെ സൈഡ് എൻ്റെ ഡിവോഷൻ ആയിരുന്നു, ഇപ്പുറത്തെ സൈഡ് എൻ്റെ ലവ് ലെറ്ററാണ്. എല്ലാ ദിവസവും എൻ്റെ പ്രണയ ലേഖനമാണ്. താങ്ക് യു. സ്ട്രെങ്തൻ ഫാദർ, സ്ട്രെങ്തൻ മൈ ഇന്നർ മാൻ ബൈ യുവർ സ്പിരിറ്റ് വിത്ത് മൈറ്റ്, ദാറ്റ് ഐ വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ലവ് ഓഫ് ഗോഡ്, ദാറ്റ് ക്രൈസ്റ്റ് വിൽ ഡ്വെൽ ബൈ ഫെയ്ത്ത് ഇൻ മൈ ലൈഫ്. എഴുതി ദാറ്റ് ഐ വിൽ ബി ഫിൽഡ് വിത്ത് ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ്. ഇത് എല്ലാ ദിവസവും തുടങ്ങണം. അവിടെ എനിക്ക് വെയിറ്റ് ചെയ്യണം, എന്നിട്ട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവെ എന്നെ നിറയ്ക്കണം. എന്നെ ഈ പറഞ്ഞതുപോലെ എൻ്റെ അകത്തെ മനുഷ്യനെ അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണം. ഐ വോണ്ട് ടു ബി ഫിൽഡ് വിത്ത് ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ്. യു സ്റ്റാർട്ട് ടോക്കിംഗ്. പെൻ അവിടെ വെച്ചിരിക്കുക. അടുത്തത്, പിന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, കർത്താവെ ഇന്ന കാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഈസ് നൗ യുവർ ഇൻറ്റിമേറ്റ് ലെറ്റർ വിത്ത് ജീസസ്. ഇൻറ്റിമേറ്റ് ലെറ്റർ വിത്ത് ജീസസ്. ഞാൻ ആദ്യ കാലങ്ങളിൽ എഴുതുമായിരുന്നു, ഇന്നും എഴുതും. കർത്താവെ അങ്ങയുടെ നാമം ലോകമെമ്പാടും എന്നിലൂടെ അറിയണം. ഞാൻ എൻ്റെ സഭ പണിയും എന്ന് അങ്ങ് പറഞ്ഞല്ലോ. സ്വർഗീയരുന്ന ആ സഭയാക്കി. ദാറ്റ് ഈസ് മൈ ഇൻറ്റിമസി. അത് ഞാൻ ആർക്കും കാണിക്കത്തില്ല.
കാര്യം എന്താ, ഇത് എൻ്റെ ബെഡ്റൂമായിപ്പം ഞാനും യേശുവും തമ്മിൽ ഇൻറ്റിമസി. ആൻഡ് യു ഷുഡ് കീപ്പ് ഓൺ റൈറ്റിംഗ് ആ പേജ് അവസാനിപ്പിക്കുന്ന പോലെ. വിച്ച് മീൻസ് ബൈ ദ ടൈം യു ഹാവ് ഫിനിഷ്ഡ് റൈറ്റിംഗ്, I am sure you will be lost in his presence. Now comes എഴുതി കഴിയുമ്പം you are now into the presence of God. You are now in the inner chamber, which will lead you to the upper chamber. Now you are in the inner chamber ലോട്ട് കയറുന്ന ഒരു അനുഭവമാണ്. And there you will hear a voice, be still and know that I am God. Be still. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയുക. അവിടെ ഈ ഡയറി ഇവിടെ എഴുതി കഴിയുമ്പം ക്ലോസ് യുവർ ഐസ്, അപ്പോഴത്തേക്ക് യു ആർ ഗോൺ. കാര്യം എന്താ, യു റോട്ട് യുവർ പേഴ്സണൽ ചലഞ്ചസ്, യുവർ പേഴ്സണൽ ഡയറി. കർത്താവേ, ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അത് കർത്താവേ, ഇതൊക്കെയാണ് എൻ്റെ വിഷ്. ഇതാ, ഐ നോ ഐ ലവ് യു സോ മച്ച്. I love you. You are my redeemer. You are my savior. You are my lover. You are my best friend. You are my husband. You are my all in all. You are my everything. It's pouring your heart to Jesus in a love. എഴുതണം. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ബിലീവ് മീ, ടൈം അലോൺ എഴുതി കഴിയുമ്പോൾ എനിക്ക് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കണം. യു വിൽ ബി ലോസ്റ്റ്, ബ്ലോൺ ഓഫ്. അവിടെ ആ ബ്ലോൺ ഓഫ് ലെവലിൽ എത്തുമ്പം യു ആർ സ്റ്റിൽ. ആൻഡ് ദെൻ ദ ഡീപ്പ് സ്റ്റാർട്ട്സ് ടു സ്പീക്ക് അൺ ടു ദ ഡീപ്പ്. ആഴത്തോട് ഞാൻ പറഞ്ഞല്ലോ, പ്രണയത്തിലിരിക്കുന്ന ഒരു ഭാര്യ ഭർത്താവ്, ഭയങ്കര സ്നേഹമാണ്. അനി എന്നെ നോക്കിയാൽ അനി എന്താ പറഞ്ഞതെന്ന് എനിക്കറിയാം. ഞാൻ അനിയെ നോക്കിയാൽ അനിക്കറിയാം. അവിടെ സംസാരമില്ല. ഒരു ഭാര്യ ഭർത്താവിൻ്റെ മുഖത്ത് കാണുമ്പോൾ അറിയാം അദ്ദേഹം പറഞ്ഞു വരുന്ന മെസ്സേജ് മുഴുവൻ. ഒരു ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ കാണാൻ മേലെ ഭാര്യ ഭർത്താവിനെ നോക്കുമ്പം ഉടനെ നമുക്കറിയാം എന്തോ വരുന്നവർക്കറിയത്തില്ല. പക്ഷെ പ്രണയത്തിലായിരിക്കുന്ന, സ്നേഹത്തിലിരിക്കുന്ന ഭാര്യയും ഭർത്താവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവർ മുഖാമുഖം കാണുമ്പോൾ ദേ ആർ ടോക്കിംഗ് ഫേസ് ടു ഫേസ്. അവരുടെ കണ്ണാ സംസാരിക്കുന്നത്, അവരുടെ ഹൃദയമാണ് സംസാരിക്കുന്നത്. വാ മിണ്ടാതിരിക്കുക. ആ ലെവലാണ് സ്റ്റിൽനെസ്. വെൻ യു വിൽ സീ ജീസസ്, ഐ ടെൽ യു, ഈ ടൈം അലോണിനകത്ത് യു വിൽ സീ ജീസസ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ ഒരു നാളും കാണാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് തെറ്റാ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സാക്ഷി യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് കർത്താവിനെ കാണാനുള്ള സാധ്യത. ദിസ് ഈസ് ദ ടൈം ഓഫ് എക്സ്പെക്റ്റൻസി. യു വിൽ സീ ഏഞ്ചൽസ്. You will see Jesus. You will see God the Father. You can now starts that supernatural time. അപ്പം you are so excited and energized. ഉറക്കമൊക്കെ പോവും, എക്സൈറ്റ്മെൻ്റ് ആകും. കാര്യം എന്താ, now you are in the stillness of God. You are in the stillness of God. അത് കഴിഞ്ഞ് you will feel, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും that the Holy Spirit is slowly lifting off, meaning the time alone with God is getting over. When you are in His presence, I know, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്ലാങ്കറ്റ് വീണ് കഴിഞ്ഞിരിക്കുക. And when the blanket falls, it is so tasty. ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് ആദ്യമേ സ്ട്രഗിൾ ചെയ്യുമായിരിക്കും. ആദ്യമേ ഞാൻ ഈ പറഞ്ഞ ഒന്നും തോന്നത്തില്ല. പക്ഷെ വിടരുത്. പേഷ്യൻസ്. തെസ്സലോനിക്കയിന്ന് വായിച്ച എന്തായിരുന്നു? ഒറ്റ വാക്ക് അതിനകത്ത് നമുക്ക് കിട്ടി. ലേബർ ഓഫ് ലവ്, പേഷ്യൻസ് ഓഫ് ഹോപ്പ്. I will hope with patience that I will receive this. Then you will start talking to Jesus. ഹൃദയപൂർവ്വമായി, കർത്താവെ അറിയാമല്ലോ ഇതൊക്കെ ചെയ്യേണ്ടി എനിക്ക്, അതിനുള്ള ബലം. ഡീപ്പ് സ്പീക്സ് അൺ ടു ഡീപ്പ്. വാട്ട് എ ഗ്ലോറിയസ് ലൈഫ്. ഞാൻ വീണ്ടും പറയാം, ഈ വചനം ജീവനാ.
The word is the light of life. It has life. Chaitanyam. I can already feel such a love and fire of the Holy Spirit here and in you. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. I can know. ഇത് ഞാൻ ഈ പറയുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് കർത്താവിനോട് സംസാരിക്കും. എന്തൊരു അനുഭവമാണ് ഓർത്ത് നോക്കിക്കേ. യു വിൽ ബി അഡിക്റ്റഡ്. ഞാൻ പറഞ്ഞ ചുമ്മാ പറയല്ല. യു വിൽ ബി അഡിക്റ്റഡ് ടു ജീസസ്. ആൻഡ് ദിസ് അഡിക്ഷൻ ഈസ് സോ ഗുഡ്. ഈ ലഹരി ഭയങ്കര ഗുണമുള്ളതാണ്. that you will communicate, you will be aware. എന്നിട്ട് ഈ ടൈം അലോൺ കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങുമ്പോൾ you are clothed with his glory, clothed with power, clothed. ഇന്നർ ചേംബറുടെ മെസ്സേജിൻ്റെ ആദ്യത്തെ ദിവസങ്ങൾ ഞാൻ പറഞ്ഞ ഒരു കുഞ്ഞിനെയൊക്കെ പിടിച്ച് ഇരുത്തി സ്കൂളിൽ വിടുക അമ്മ. വായിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ഡ്രസ്സൊക്കെ ചെയ്ത് മോനെ ഇന്ന് വരുമ്പോൾ ഞാൻ 5 സ്റ്റാർ വാങ്ങിച്ചു തരാം, ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പം എന്ത് ധൈര്യത്തോടെ കുഞ്ഞിറങ്ങുന്നത്. അതുപോലെ അന്നത്തെ ദിവസത്തിന് മുഴുവൻ യുവർ ലൈഫ് വിൽ ബി ചാർജ്ഡ് വിത്ത് ലൈഫ് ആൻഡ് യു വിൽ ലൈറ്റൻ അപ്പ്. എന്ന് പറഞ്ഞാൽ എന്താ? അറിവില്ലായ്മ മുഴുവൻ അങ്ങ് മാറും. ഇഗ്നറൻസ് മുഴുവൻ അങ്ങ് പോകും. യേശു നല്ലവനല്ലേ? യേശു സിമ്പിൾ അല്ലേ പ്രിയമുള്ളവരെ? എൻ്റെ ആഗ്രഹം എന്നെപ്പോലെ തന്നെ നിങ്ങളും യേശുവിൻ്റെ പ്രാന്തനാകണം. യേശുവിന് വേണ്ടി പ്രണയത്തിൽ അങ്ങ് മുങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഐ ടെൽ യു, ലോകത്തിലെ മുഴുവൻ സമ്പത്ത് നിങ്ങളുടെ കാൽച്ചുവട്ടിൽ വെച്ചാലും നിങ്ങൾ പറയും എനിക്ക് യേശു മതി. കാരണം ഞാൻ ഈ പറയുന്ന അനുഭവം ചെറുതല്ല. ഇറ്റ് ഈസ് സച്ച് എ ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇറ്റ് ഈസ് സച്ച് എ ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യാനോ ഇതിന് തുല്യമായി ലോകത്തിലൊന്നുമില്ല. പണത്തിന് പറ്റത്തില്ല, ബന്ധങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഒരു പുതിയ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ, ഇനി ഞാൻ ജഡപ്രകാരം ആരെയും അറിയുന്നില്ല. എനിക്ക് ഇന്നയാളെ അറിയാം, പ്രധാനമന്ത്രിയെ അറിയാം, മറ്റേയാളെ അറിയാം. ഐ ഡോണ്ട് കെയർ. What matters is I am a new creation and my Lord is Jesus. I'll tell you, this is a whole new world. ഒരു പുതിയ, അതുകൊണ്ടാണ് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കാത്തവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്ന് പറഞ്ഞത്. നോക്ക്, ഒരു കുഞ്ഞ് 9 മാസം അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പം വെളിച്ചമില്ല, ഒന്നുമില്ല, ഡാർക്കാ, വെള്ളത്തിനകത്ത് ഇങ്ങനെ കിടക്കുക. അമ്മയുടെ അംബ്ലിക്കൽ കോർഡ് വഴി തനിക്ക് ഫുഡ് കിട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ പ്രസവിക്കുമ്പോൾ പുതിയൊരു ജീവിതം, വെളിച്ചം, സ്വയമേ ശ്വാസം എടുക്കാൻ തുടങ്ങുന്നു. ആ മിസ്റ്ററി ഇന്നും മെഡിക്കൽ സയൻസിന് പിടികിട്ടിയിട്ടില്ല പ്രിയമുള്ളവരെ. ഞാൻ ഒത്തിരി ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ദാറ്റ് ഈസ് എ മിസ്റ്ററി. വെള്ളത്തിൽ കിടക്കുന്ന ആ കൊച്ച് വെളിയിൽ വരുമ്പം ഒരടി അടിക്കുമ്പം ശ്വാസം എടുക്കുന്നു. ഈ ലങ്സിനകത്ത് എങ്ങനെയാണ് വെള്ളം കയറുന്നത്? ഇത്ര നാളും ആ വെള്ളത്തിനകത്തല്ലേ കുഞ്ഞ് കിടന്നേ. ഇത് മിസ്റ്ററി അറിയത്തില്ല. സയൻസിനൊന്നും ഇതിന് മറുപടിയില്ല. ഹൗ ഇറ്റ് ഹാപ്പൻസ്. ഇതൊന്നും പരിണാമമല്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഇറ്റ് ഈസ് സോ ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടിയുടെ രാജ്യത്തിലോട്ട് നിങ്ങൾ പ്രവേശിക്കുക. ടൈം അലോൺ വിത്ത് ഗോഡിനകത്ത് യു ആർ നൗ ഇൻ എ ഡിഫറെൻറ്റ് വേൾഡ്. അതുകൊണ്ടാണ് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കേണ്ടത്. ഇനി കഴിഞ്ഞ ദിവസങ്ങൾ പോലെ വയറ്റിനകത്ത് ഇരുട്ടത്ത് വെള്ളത്തിനകത്തല്ല കിടക്കുന്നത്. വെള്ളത്തിൽ നിന്ന് വെളി വന്നു, കണ്ണ് തുറന്നു, വെളിച്ചമായി. ജീവൻ്റെ വാക്കായി എന്നെ ഇനി സാറ്റിസ്ഫൈ ചെയ്യണോ? എനിക്ക് ജീവൻ്റെ വചനം കിട്ടണം. വചനമില്ലാതെ എൻ്റെ അകത്തെ മനുഷ്യൻ പെടയ്ക്കും. ജീവൻ്റെ വചനം താ എനിക്ക്. ഗിവ് മീ ദ ഫുഡ് വിച്ച് ഈസ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ ലൈറ്റ് ഓഫ് ലൈഫ്. Blessed be the name of Jesus. Blessed be the name of Jesus. I know and I know something is happening everywhere. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും, ഐ നോ യു വിൽ ഫോൾ ഇൻ ലവ്. യേശുവായിട്ട് പ്രണയബന്ധത്തിലൊന്ന് ആയിക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ആരെന്നാ പറഞ്ഞാലും മൈൻഡ് കാണത്തില്ല, വിഷമമില്ല, പരാതിയില്ല. ഒന്നിനും സുവിശേഷ വേല കാരണം ഞാൻ കഷ്ടപ്പെടുന്നു പറയത്തില്ല. ഇതൊരു ആനന്ദമാണ്. കഷ്ടപ്പെടാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ, ഇത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ. എൻ്റെ നാഥന്, എൻ്റെ കർത്തന്, എനിക്ക് വേണ്ടി മരിച്ചവന്, എൻ്റെ പ്രാണപ്രിയന്. ഹീ ഈസ് മൈ ലോർഡ്, ഹീ ഈസ് മൈ മാസ്റ്റർ, ഹീ ഈസ് മൈ സേവിയർ, ഹീ ഈസ് മൈ ലവർ, ഹീ ഈസ് മൈ ഫ്രണ്ട്, ഹീ ഈസ് മൈ ഹസ്ബൻഡ്, ഹീ ഈസ് മൈ ഓൾ ഇൻ ഓൾ ആൻഡ് ഹീസ് നെയിം ഈസ് ജീസസ്. ജീസസ്. എൻ പ്രിയനെ പോൽ സുന്ദരനായി
ആരെയും ഞാൻ ഉലകിൽ കണ്ടിട്ടില്ല, കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ സൽസലായി മണ്ണെ പ്രതി ഈ മണ്ണെ പ്രതി ഞാൻ വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകയിൽ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോക പ്രാകൃതരം ജാരന്മാര് വത്സലായി മണ്ണെ പ്രതി. ഇവിടുന്ന് ടൈം അലോൺ വിത്ത് ഗോഡ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഈ ലോകത്തെ വാഴുന്നവരായിത്തീരും നിങ്ങൾ. വാഴ്ചയുടെ ജീവിതം പ്രാക്ടിക്കലായി ദൈവത്തിൻ്റെ വിസ്റ്റത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകുക. ഇന്ന് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളോടും പറയാം, ടൈം അലോൺ ഉപേക്ഷിക്കരുത്. ദാറ്റ് ഈസ് വിസ്റ്റം. പ്രാർത്ഥിക്കാൻ പോവുക. അത്ഭുതം യേശുവിൻ്റെ നാമത്തിലാണ്. എൻ്റെ ആഗ്രഹം എല്ലാവരും വ്യക്തിപരമായി ഇതുപോലെ യേശു ക്രിസ്തുവുമായിട്ട് പ്രണയബന്ധത്തിലാകണം. ഒരു കാര്യസാധ്യതയല്ല, ചീപ്പാകരുത് യേശുവിനെ. പ്രണയബന്ധം. പിതാവേ, നന്ദിയോടെ സ്തോത്രം. I love you, my Lord. I love you, my Jesus. You are so glorious. For you are glorious and worthy to be praised, the Lamb upon the throne. And unto you I lift my voice of praise, the Lamb upon the throne. Jesus. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ അകത്തും അഗ്നി ജ്വലിക്കട്ടെ കർത്താവേ. ദാറ്റ് പാഷൻ, ദാറ്റ് ലവ്, ഇന്ന് സ്റ്റർ ദം അപ്പ് വിത്ത് ലവ്. സ്റ്റർ ദം അപ്പ്. അകത്തെ ആ വേണ്ടാത്തതെല്ലാം മാറി അങ്ങയുടെ രക്തത്താൽ കഴുകി ആ ജീവിക്കുന്ന ജലത്തിൻ്റെ നദികൾ ഒഴുകുന്ന അനുഭവം. പ്രിയമുള്ളവരെ, ഓ കർത്താവേ, ഓരോരുത്തരെയും നിറയ്ക്കണം. കണ്ടുകൊണ്ടിരിക്കുന്ന, ദാഹിച്ചിരിക്കുന്ന ഓരോരുത്തരെയും നിറയ്ക്കണം. നാളെ മുതൽ ഈ പറയുന്ന പോലെ അവർ ടൈം അലോണിൽ കയറുമ്പോൾ ഇറ്റ് വിൽ ബി സോ ഗ്ലോറിയസ്. അവർക്ക് മനസ്സിലാകും യേശു എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ ഒരു നാളും കൈവിട്ടിട്ടില്ല. യേശു ഒരു നാളും ഉപേക്ഷിച്ചിട്ടില്ല. കൂടെ ഉണ്ടായിരുന്നു യേശു, കണ്ടെത്തില്ലെന്നേ ഉള്ളൂ. പിതാവേ, നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ തന്നെ ശാരീരികമായ അസ്വസ്ഥത ഉള്ള എല്ലാവരുടെയും യേശുവിൻ്റെ നാമത്തിൽ അത് മാറട്ടെ. പുതിയ വഴികൾ തുറക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷയിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്ക് യേശുവെ നീ സഹായകൻ. നമുക്ക് പോയി പരീക്ഷ എഴുതാം എന്നുള്ള ശബ്ദം ഓരോ ദിവസവും അവർ ആ കാതിൽ മുഴങ്ങി കേൾക്കട്ടെ. അനുഗ്രഹിക്കുന്ന ദയക്കായി സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. He is so glorious. He is so glorious. So glorious. നിങ്ങൾ യേശുവിനെ അറിഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു നിധിയില്ല. യേശുവിനേക്കാളും വലിയ ആഗ്രഹിക്കാൻ വേറെ ഒന്നുമില്ല. ഐ ആം സർപ്രൈസ്. ഇന്ന് രാവിലത്തെ റോണക്കിൻ്റെയും സാറയുടെയും മെസ്സേജും ഇത് തന്നെയായിരുന്നു. ജീസസ്, യു വിൽ ബി ഫോക്കസ്ഡ് ഓൺ ക്രൈസ്റ്റ്. വേറെ ഒന്നും ഭയം കാണത്തില്ല. ഈ സ്നേഹത്തിലാകുമ്പോഴാണ് ഭയം നീങ്ങിപ്പോകുന്നത്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഗെറ്റ് ഔട്ട് അടിക്കും സ്നേഹം. കാര്യം എന്താ? ഭയം ഇരുട്ടാണ്, ഇത് വെളിച്ചമാണ്. വെളിച്ചം ഓൺ ചെയ്തിട്ട് ഇരുട്ടേ പോ എന്ന് പറയണ്ട. വെളിച്ചം വരുമ്പോഴേ ഇരുട്ട് മാറിപ്പോവും. വെളിച്ചം വരുമ്പോഴേ രോഗം മാറും, ഭയം മാറും, ടെൻഷൻ മാറും, ആങ്സൈറ്റി മാറും. ജീവൻ്റെ വെളിച്ചമാണ് വചനമാണ് ക്രിസ്തു. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്. The word was with God, and the word was God. And he put on flesh
His name was Jesus. God bless you. I am so... കർത്താവിനെ കുറിച്ച് പറയുമ്പം നോക്കിക്കേ, ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. 5 മിനിറ്റ് പോലും ആകാത്ത പോലെയാണ്. 5 മിനിറ്റ്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഐ സെഡ്, ആ 1 മണിക്കൂർ കഴിയുമ്പം യു വിൽ ബ്രേക്ക് ദ ബോണ്ടേജ് ഓഫ് ടൈം. സമയത്തിൻ്റെ ബന്ധനം പൊട്ടും. യേശു പറയാം, 1 നാഴിക നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ മേലായിരുന്നു. ആദ്യത്തെ 1 നാഴികയാണ് പ്രശ്നം. ആദ്യത്തെ നാഴിക 1 മണിക്കൂറാണ് പ്രോബ്ലം. അവിടെയാണ് നമ്മൾ എഴുതി വചനം വായിച്ചു. അവിടുന്ന് ഠുമ്മെന്ന് കയറുമ്പോൾ യു ആർ ഇൻ ടു എ ഡിഫറെൻറ്റ് റെൽം വെർ ടൈം goes off. You won't even realize time. Bless you all. Bless you. നാളെ രാവിലെ പതിപോലെ റൈസ് ആൻഡ് ഷൈനും എല്ലാ മീറ്റിംഗ്സും ഉണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ ഓഫ് യു. നാളത്തെ വൈകുന്നേരം മുതൽ ഒരു വിശ്വാസി എങ്ങനെ വളരണം അതിനെക്കുറിച്ചായിരിക്കും ഞാൻ ഹൗ ടു ബി ബ്ലെസ്ഡ് അതായിരിക്കും എടുക്കുന്നത്. സോ കോൾ അപ്പ് യുവർ ഫ്രണ്ട്സ്, കോൾ അപ്പ് എല്ലാം വിശ്വാസികളെ വിളിക്കണം. പല വിശ്വാസികളും പറയുന്നത് കർത്താവിൽ വന്നിട്ട് എനിക്ക് എന്നാ കിട്ടിയെന്ന്. അതിൻ്റെ മറുപടികളായിരിക്കും കിട്ടുന്നത്. സോ ദാറ്റ് എല്ലാവരും പോളിഷ്ഡായി ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞ് വി ആർ കണ്ടിന്യൂയിങ് ദ മെസ്സേജ് ഓഫ് ദി ഇന്നർ ചേംബർ. വി ഹാവ് നോട്ട് റീച്ച് ദ ഇന്നർ ചേംബർ യെറ്റ് ആൻഡ് യെറ്റ് ഇറ്റ് ഇസ് സോ ഗ്ലോറിയസ്. ആൻഡ് ഫ്രം ദെയർ വിൽ ഗോ ടു ദ അപ്പർ ചേംബർ. ബ്ലെസ് യു ഓൾ.